Hi students, good evening to all. നമുക്കറിയാം ബ്രില്യൻറ്റിനൊപ്പം MBBS ലേക്ക്. അപ്പോൾ ഈ ഒരു നമ്മുടെ ദൗത്യം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ ഡെയിലി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ മുന്നോട്ടുള്ള നീറ്റ് എക്സാമിൻ്റെ പ്രയത്നത്തിലേക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള ബ്രില്യൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ടോപ്പിക്കുകളെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യനുകൾ, നിങ്ങളുടെ പ്രിപ്പറേഷനെ ഇത്തിരി ഹെൽപ്ഫുൾ ആക്കുക എന്നുള്ള ദൗത്യം, അതാണ് ബ്രില്യൻറ്റിനോടൊപ്പം MBBS ലേക്ക്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം എല്ലാ ദിവസവും നിങ്ങൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ നീറ്റ് എക്സാമിന് മുന്നിലുള്ളത് 29 ദിവസമാണ് അല്ലേ, ജൂലൈ 17. അന്ന് നമ്മുടെ ആ 3 മണിക്കൂർ നമ്മൾ എന്താണ്, അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, അതിൻ്റെയൊക്കെ റിസൾട്ടുള്ള 3 മണിക്കൂർ നമ്മുടെ മുന്നിലേക്ക് വരാനുള്ള 29 ദിവസങ്ങൾ. ഇനിയും സമയം ഒത്തിരി വൈകിട്ടൊന്നുമില്ല. ഇനിയും നമ്മുടെ ഫ്രണ്ടിൽ 29 ദിവസങ്ങൾ ബാക്കിയുണ്ട്. ഇന്ന് ഫിസിക്സിലെ ഫസ്റ്റ് ഇയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, മെയിൻലി എൻട്രൻസ് ഓറിയൻറ്റഡ് പറയുവാണെങ്കിൽ 2, NCERT ബേസ്ഡ് ആണെങ്കിൽ 5 ചാപ്റ്റേഴ്സാണ്. നമുക്കറിയാവുന്ന മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, then mechanical properties of fluids, then thermal properties of matter, thermodynamics and kinetic theory of gas. അപ്പോൾ ബിഫോർ സ്റ്റാർട്ടിങ് ഞാൻ പറയുവാണ്, നമ്മുടെ പ്രീവിയസ് ഇയറിൽ നമ്മൾ ചോദിച്ച അല്ലെങ്കിൽ ചാപ്റ്റേഴ്സിന് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം നോക്കുവാണെങ്കിൽ ഞാനിവിടെ ചെയ്യുന്നത് നമ്മൾ പഠിച്ച മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആൻഡ് ഓൾസോ ബൾക്ക് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നുള്ള പേരിലാണ്. അതായത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അടക്കം വരുന്ന 3 ചാപ്റ്റേഴ്സിനെ ഞാൻ ബൾക്ക് പ്രോപ്പർട്ടീസ് എന്നുള്ള പേരിലും പിന്നീട് തെർമോഡൈനാമിക്സ് ആൻഡ് കൈനറ്റിക് തിയറി, അത് രണ്ടും 2 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ തെർമോഡൈനാമിക്സിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ 2017 3 ക്വസ്റ്റ്യൻസ്, 2018 3, 2019 2, 2020 2, 2021 1 ക്വസ്റ്റ്യൻ വീതവും. അടുത്ത ചാപ്റ്ററായ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്, അതിലും 2017 2, 2018 2, 2019 1, 2020 3 ക്വസ്റ്റ്യൻ ആൻഡ് 2021 1 ക്വസ്റ്റ്യൻ. സിമിലർലി ബൾക്ക് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, അതിൽ നോക്കുക 2017 3, 2018 2, 2019 3, 2020 2, 2021 1. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന കാര്യമുണ്ട്, അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ചാപ്റ്റർ. അതായത് എല്ലാം കൂടി നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. എന്തായാലും ഒരു വർഷത്തെ നീറ്റ് എക്സാമിന് മിനിമം ഒരു 8 ക്വസ്റ്റ്യനെങ്കിലും ഈ പറയുന്ന ചാപ്റ്ററുകളിൽ നിന്ന് നമുക്ക് കിട്ടും. അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് പഠിക്കുക. അപ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ സമയം കളയുന്നില്ല, ഞാൻ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. 50 ക്വസ്റ്റ്യൻസ് അല്ലേ നമ്മൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങളും ഞാൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ, അല്ലെ അതിനേക്കാൾ മുന്നേ തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ പിറകെ പോവുക. ഞാൻ കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. ഞാൻ ആൻസർ പറയുന്നതിന് മുന്നേ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആൻസർ ഇടുക. ക്ലിയർ? ഇത് ഞാനും നിങ്ങൾ നമ്മളൊരു മത്സരമാണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുക, ഞാൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യുക. നമുക്ക് ആദ്യം ഇവിടെ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ, യെസ്, ഫസ്റ്റ് വൺ, എ തെർമോമീറ്റർ ഹാസ് റോങ് കാലിബ്രേഷൻ. It reads the melting point of ice as -10 degrees Celsius. It reads 60 degrees Celsius in place of 50 degrees Celsius. The temperature of boiling of water in this scale will be. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന കാര്യം, ടെമ്പറേച്ചർ സ്കെയിലുകൾ തമ്മിലുള്ള ഒരു റിലേഷനാണ്. അപ്പം ഏതൊരു ഫിസിക്സിലെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഫിസിക്സിൽ ഏത് ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ മനസ്സിലാകും ടെമ്പറേച്ചർ സ്കെയിലുകൾ തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഈ ടെമ്പറേച്ചർ സ്കെയിലുകൾ തമ്മിലുള്ള റിലേഷൻസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ നമ്മൾ പറയുമ്പോൾ, നമ്മൾ തെർമോമീറ്റർ നിർമ്മിക്കുമ്പോൾ നമ്മളെപ്പോൾ ഒരു അപ്പർ ഫിക്സ്ഡ് പോയിന്റ് ആൻഡ് ലോവർ ഫിക്സ്ഡ് പോയിന്റ് എന്നൊരു കൺസെപ്റ്റ് എടുക്കും. ജനറലി നമ്മൾ എടുക്കുന്നത് ഈ ലോവർ ഫിക്സ്ഡ് പോയിന്റ് ആയിട്ട് ആരെ ഈ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടറിനെയും, അതായത് 0 ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിൽ, ആൻഡ് അപ്പർ ഫിക്സ്ഡ് പോയിന്റ് ആയിട്ട് 100 ഡിഗ്രി സെൽഷ്യസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആണ് കൺസിഡർ ചെയ്യുന്നത്. സിംപ്ലി നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, 2 തെർമോമീറ്റേഴ്സ്, അത് ഏത് സ്കെയിലാണെങ്കിലും 2 തെർമോമീറ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻസ് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ റീഡിംഗ് ഞാൻ ഫുൾ എഴുതുന്നില്ല, റീഡിംഗ് ഓഫ് ഫസ്റ്റ് thermometer minus
ആ തെർമോമീറ്ററിലുള്ള ലോവർ ഫിക്സ്ഡ് പോയിന്റ് അല്ലെങ്കിൽ ആ തെർമോമീറ്ററിൽ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടറിനെ ഏത് ടെമ്പറേച്ചറിലാണ് മെഷർ ചെയ്യുന്നത്, അതിന്റെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് ആണ് LFP, ലോവർ ഫിക്സ്ഡ് പോയിന്റ് ഡിവൈഡഡ് ബൈ അതിന്റെ അപ്പർ ഫിക്സ്ഡ് പോയിന്റ്, ഞാൻ പറഞ്ഞു അപ്പർ ഫിക്സ്ഡ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആണ്, മൈനസ് അഗെയിൻ അതിന്റെ ലോവർ ഫിക്സ്ഡ് പോയിന്റ്. അതൊരു കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുമ്പോൾ അയാൾ നമുക്ക് രണ്ടാമത്തെ തെർമോമീറ്ററിന്റെ സ്കെയിലിനോട് റിലേറ്റ് ചെയ്യുമ്പോൾ അയാൾ റീഡിംഗ് ഓഫ് സെക്കൻഡ് തെർമോമീറ്റർ മൈനസ് സെക്കൻഡ് വണ്ണിന്റെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് വണ്ണിന്റെ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് മൈനസ് സെക്കൻഡ് വണ്ണിന്റെ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് മൈനസ് സെക്കൻഡ് വണ്ണിന്റെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് ചെയ്താൽ മതി. ഇത് റിലേഷൻ അറിയണമെങ്കിൽ നമുക്ക് അറിയേണ്ടത് ലോവർ ഫിക്സ്ഡ് പോയിന്റ് അപ്പർ ഫിക്സ്ഡ് പോയിന്റും ആണ്. ഏത് ടെമ്പറേച്ചർ സ്കെയിൽസുകൾ തമ്മിലുള്ള റിലേഷൻസ് ഇതേപോലെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നാലും നിങ്ങൾ ഒറ്റൊരു ഇക്വേഷൻ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യത്തെ തെർമോമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇവർ പറയുന്ന ആ റോങ് കാലിബ്രേഷൻ തെർമോമീറ്റർ ആണ്. രണ്ടാമത്തെ തെർമോമീറ്റർ ഞാൻ കൺസിഡർ ചെയ്യുന്നത് അവർ പറയുന്ന 50 ഡിഗ്രി സെൽഷ്യസിന് പകരം ആണ് ഇവിടെ 60 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് കൊണ്ട് ആ 50 ഡിഗ്രി സെൽഷ്യസ് ആയ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലാണ് ഞാൻ എടുക്കുന്നത് രണ്ടാമത്തത്. അങ്ങനെയെങ്കിൽ സിമ്പിൾ ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. റീഡിംഗ് ഓഫ് ഫസ്റ്റ് തെർമോമീറ്റർ നമുക്കറിയാം 60 ഡിഗ്രി ആണ്. അപ്പൊ 60 ഡിഗ്രി ആണത് കാണിക്കുന്ന റീഡിംഗ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഗ്രി സെൽഷ്യസിലുള്ള ആൻസർ ഓഫ് 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫൈൻ. ഇനി ഒന്നാമത്തതിന്റെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് -10, കാരണം മെൽറ്റിംഗ് പോയിന്റ് -10 ആണ്. അപ്പൊ -10 ഡിഗ്രി സെൽഷ്യസിലാണ് ലോവർ ഫിക്സ്ഡ് പോയിന്റ് നമുക്കറിയാം അത് 0 ആണ്. ഡിവൈഡഡ് ബൈ ഇയാളുടെ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ആ ലോങ് കാലിബ്രേഷൻ സ്കെയിലുള്ള അപ്പർ ഫിക്സ്ഡ് പോയിന്റ് കണ്ടെത്തണം. ദാറ്റ് ഈസ് XUFP മൈനസ് അഗെയിൻ അതിന്റെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് അഗെയിൻ ഒരു -10 ആണ്. ഇവിടെ ദാറ്റ്സ് ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസിലുള്ള അപ്പർ ഫിക്സ്ഡ് പോയിന്റ് എത്രയാണ്, 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അഗെയിൻ -0 ആണ്. ഇയാളെ സോൾവ് ചെയ്യുമ്പോൾ 60 മൈനസ് -10 70 ഡിവൈഡഡ് ബൈ XUFP പ്ലസ് 10 ഇസ് ഈക്വൽ ടു 1/2 എന്ന് വരും. ഇയാളെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് ഇസ് ഈക്വൽ ടു 130 ഡിഗ്രി സെൽഷ്യസ് എന്ന് വരും. അപ്പൊ അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. തേർഡ് ഓപ്ഷൻ നമ്മുടെ ആൻസർ ആയിട്ട് വരും. ശരിയല്ലേ? ഒരുപാട് പേര് കമന്റിൽ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. എല്ലാവരും പറഞ്ഞിരിക്കുന്ന ആൻസറും ശരിയാണ് ഓൾമോസ്റ്റ്. അപ്പം തേർഡ് വൺ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരും. ക്ലിയർ? നെക്സ്റ്റ് വൺ. യെസ്, ഫോർ ആൻ എൻക്ലോഷർ മെയിൻറ്റെയിൻഡ് അറ്റ് 1000 Kelvin the maximum radiation occurs at the wavelength lambda m. If the temperature raised to 2000 Kelvin, the peak will be shifted to. അത് കാണുമ്പോൾ തന്നെ അടുത്ത് ഓർക്കേണ്ടത് ഏത് ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് തന്നെ അറിയാം. വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ആണ്. വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ആണ്. എന്താണ് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്നുള്ള കാര്യം അപ്പം തന്നെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. When temperature increases, the wavelength corresponding to the maximum emission increases എന്നാണ്, decreases എന്നാണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ the wavelength corresponding to maximum emission decreases. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഡെയിലി ലൈഫിൽ നോക്കിയാൽ മതി അല്ലേ. നമ്മൾ മെഴുകുതിരി കത്തിക്കുമ്പോഴുള്ള കളർ നമുക്കറിയാം, ഓൾമോസ്റ്റ് ഒരു യെല്ലോയിഷ് കളറാണ്. ഗ്യാസ് ആണെങ്കിൽ അത് ബ്ലൂയിഷ് കളറാണ്. അപ്പോൾ റേഡിയേഷൻ കൂടുതൽ ഗ്യാസിൽ നിന്ന് വരുന്ന ലൈറ്റിനാണ്. അപ്പം റേഡിയേഷൻ കൂടുമ്പോൾ അല്ലെങ്കിൽ റേഡിയേഷൻ കൂടുമ്പോൾ എന്ന് പറയുമ്പോൾ വേവ് ലെങ്ത് കുറയുമ്പോഴാണ് ടെമ്പറേച്ചർ കൂടുതൽ. അപ്പോൾ ഗ്യാസിൽ നിന്ന് വരുന്നതിനാണ് ടെമ്പറേച്ചർ കൂടുതൽ. അപ്പോൾ അതിന് വേവ് ലെങ്ത് കുറയണം. വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റ് അല്ലേ ഓൾമോസ്റ്റ് ഒരു ബ്ലൂയിഷ് കളറൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ആ കൺസെപ്റ്റ് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോന്റെ കൺസെപ്റ്റ് എടുക്കുന്നത്. ഇനി ഡയറക്റ്റ്ലി ഇതിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ അല്ലേ. സെക്കൻഡ് വേവ് ലെങ്ത് ഡിവൈഡഡ് ബൈ ഫസ്റ്റ് വേവ് ലെങ്ത് ഇസ് ഈക്വൽ ടു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് അത് T1 ഡിവൈഡഡ് ബൈ T2 വരും. നമുക്ക് സെക്കൻഡ് വേവ് ലെങ്ത് ആണ് വേണ്ടത്. ഡിവൈഡഡ് ബൈ ഫസ്റ്റ് വേവ് ലെങ്തിനെ അവർ ലാംഡ എം എന്ന് കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു ഫസ്റ്റ് ടെമ്പറേച്ചർ 1000 ഡിവൈഡഡ് ബൈ 2000 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1/2. പിന്നെ മനസ്സിലായി. ദ സെക്കൻഡ് വേവ് ലെങ്ത് ഈസ് ഈക്വൽ ടു ആരാണ്, ലാംഡ എം ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. പറഞ്ഞ മനസ്സിലായല്ലോ. ആൻസർ കിട്ടി ലാംഡ എം ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ദാറ്റ്സ് ദി ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ. യെസ്, അതും എല്ലാവരും കമന്റ് ഇട്ടിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ആണ് അവിടുത്തെ കൺസെപ്റ്റ്. നെക്സ്റ്റ് വൺ is the third one. A beaker full of hot water kept in a room
If it is cools from 80 degrees Celsius to 75 degrees Celsius in T1 minutes, from 75 to 70 in T2 minutes, and from 70 degrees Celsius to 65 degrees Celsius in T3 minutes, then question kando options നോക്കി അപ്പോൾ തന്നെ തിയററ്റിക്കൽ പാർട്ട് ഏതാണെന്ന് ഓർമ്മ വന്നു, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ശരിയല്ലേ? എന്താ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്? അപ്പോൾ അതിനകത്ത് മനസ്സിലുണ്ടാവണം, the rate of cooling is always directly proportional to the temperature difference between the system with its surrounding temperature ആണ്. T ആ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ, T നോട്ട് സറൗണ്ടിങ് ടെമ്പറേച്ചർ, അതിന് ഡിഫറൻസ് റേറ്റ് ഓഫ് കൂളിംഗ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സിംപിളി പറഞ്ഞാൽ ചൂട് ചായ വെച്ചു അല്ലേ, നമ്മൾ നോക്കുമ്പോൾ ആ നല്ല ചൂട് ചായയാണ്. ആദ്യത്തെ കുറച്ച് സമയത്തേക്ക് ചൂട് ചായ എന്ത് ചെയ്യും, പെട്ടെന്ന് നമുക്ക് തണുക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അവസാനം ആകുമ്പോഴേക്ക് ഇളം ചൂട് ഒരുപാട് സമയത്തേക്ക് നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. അത് തന്നെയാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ആദ്യം പെട്ടെന്ന് ആദ്യത്തെ ചെറിയ ടൈമിൽ പെട്ടെന്ന് കുറയും. അതായത് ഗ്രാഫ് വരച്ചാൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ റേറ്റ് ഓഫ് കൂളിംഗിന്റെ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസിന്റെയും ടൈമിന്റെയും ഗ്രാഫ് എടുത്താൽ തന്നെ ടി മൈനസ് ടി നോട്ട് ഗ്രാഫും ടൈം ഗ്രാഫും വരയ്ക്കുമ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിൽ കിട്ടുന്ന ഗ്രാഫ് ഓൾമോസ്റ്റ് ഇങ്ങനെയാണ്. ഇപ്പൊ തന്നെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം എന്നാ, ഇവിടെ എല്ലാത്തിലും ടെമ്പറേച്ചർ ഡിഫറൻസ് സെയിം ആണ് അല്ലെ. ആദ്യത്തിൽ 80 to 75 ആണ്, 75 to 75 ആണ്. ഈ ടെമ്പറേച്ചർ ഡിഫറൻസിനെ ഈക്വൽ ആയിട്ടുള്ള കുറച്ച് പാർട്സുകളാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന കാര്യം എന്നാ, ഓരോ ഈക്വൽ പാർട്സും പോകുന്നതനുസരിച്ച് ഈ ടൈം ഇന്റർവെല്ല് കൂടി വരുവാണ്. പക്ഷേ ഈക്വൽ ടെമ്പറേച്ചർ ഡിഫറൻസിനും ടൈം ഇന്റർവെല്ല് കൂടുതൽ എടുക്കുവാണ്. ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് അവസാനത്തെ 5 ഡിഗ്രിക്ക് ഉണ്ടാകുന്ന ചേഞ്ചിനായിരിക്കും. അവസാനത്തെ 5 ഡിഗ്രി ഇവിടെ 70 to 65 T3 ആണ്. ഏറ്റവും കൂടുതൽ T3, ശരിയല്ലേ? ഏറ്റവും കൂടുതൽ T3, പിന്നെ തൊട്ടപ്പുറത്ത് T2 ആൻഡ് ദെൻ T1. അതും തേർഡ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? അപ്പോൾ തേർഡ് ആണ് ആൻസർ. യെസ്, അതും എല്ലാവരും ഓൾമോസ്റ്റ് കമന്റ് ചെയ്തിട്ടുണ്ട്. ഗുഡ് ഗോയിങ്. ഇങ്ങനെ തന്നെ പോട്ടെ. നെക്സ്റ്റ് വൺ. Yes, fourth one. An ideal gas heat engine is operating between 227 degrees Celsius and 127 degrees Celsius. It absorbs 10 raised to 4 joule of heat at higher temperature. The amount of heat converted into work is. നമുക്ക് വേണ്ടത് amount of heat converted into work ആണ് അല്ലേ. ആരുടെ കേസിൽ? ഈ പറയുന്ന ഹീറ്റ് എഞ്ചിന്റെ കേസിൽ. ഹീറ്റ് എഞ്ചിൻ അറിയാലോ, ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ്. ഹീറ്റ് എഞ്ചിന്റെ കേസ് ഒരു സോഴ്സ് വേണം. സോഴ്സ് ഓഫ് ടെമ്പറേച്ചർ ഇസ് ഓൾവേസ് നമ്മൾ T1 കെൽവിൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഒരു സിങ്ക് വേണം. സിങ്ക് ഓഫ് ടെമ്പറേച്ചർ ഇസ് ഓൾവേസ് കൺസിഡർഡ് ടു ബി അറ്റ് T2 കെൽവിൻ ആണ്. അപ്പോൾ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? സോഴ്സിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യും. സോഴ്സിൽ നിന്ന് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യും. സം ഓഫ് ദ ഹീറ്റ് വിൽ റിജക്റ്റഡ് ടു ദ സിങ്ക് ആണ്. സിങ്കിലേക്ക് ഒരു Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് അവിടെ റിജക്ട് ചെയ്യും. ശരിയല്ലേ? എങ്കിൽ അയാൾ ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു സൈക്ലിക് പ്രോസസ് ആണ് എപ്പോഴും. സൈക്ലിക് പ്രോസസ് ആയതുകൊണ്ട് ഡിയുവിന്റെ വാല്യൂ എപ്പോഴും 0 ആണ് ഫോർ സൈക്ലിക് പ്രോസസ്. ശരിയല്ലേ? അപ്പോൾ വർക്ക് ഡൺ എപ്പോഴും അയാൾ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജിക്ക് ഈക്വൽ ആണ്. അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്തു, പക്ഷേ Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്ട് ചെയ്തു. അയാൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഹീറ്റ് ഈസ് ഓൾവേസ് Q1 മൈനസ് Q2 ആണ്. അപ്പോൾ വർക്ക് ഡൺ കാണേണ്ട ഇക്വേഷൻ കിട്ടി. നമുക്ക് കാണേണ്ടത് വർക്ക് ഡൺ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ Q1 മൈനസ് Q2 ആണ്. ശരിയല്ലേ? അപ്പൊ തന്നെ ഇത് ഓർക്കേണ്ട ഒരു കാര്യത്തിൽ നമുക്കിവിടെ തന്നിട്ടുണ്ട് ഡയറക്ട്ലി അയാൾ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് 10 raised to 4 ജൂളാ. അപ്പൊ സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് Q1 ആണ്. അപ്പൊ Q1ന്റെ വാല്യൂ ആണ് 10 raised to 4 ജൂൾ എന്ന് മനസ്സിലായി. പക്ഷെ അവർ Q2 തന്നിട്ടില്ല. Q2 കാണാതെ വർക്ക് കാണാനും പറ്റത്തില്ല. അപ്പൊ നമുക്ക് വേണ്ടത് ഇനി Q2 കണ്ടാൽ നമുക്ക് വർക്ക് കിട്ടും. അപ്പൊ അടുത്ത ലക്ഷ്യത്തിലേക്ക് പോകുന്നത് Q2 എങ്ങനെ കാണാമെന്നാണ്. അവിടെ പറയുന്നുണ്ട് ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ ആണെങ്കിൽ ആ ഐഡിയൽ ഹീറ്റ് എഞ്ചിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് Q2 ഡിവൈഡഡ് ബൈ Q1 ഇസ് ഈക്വൽ ടു T2 ഡിവൈഡഡ് ബൈ T1 ആണ്. അത് നമ്മൾ ഡയറക്ട്ലി തെർമോഡൈനാമിക്സ് പഠിക്കുന്ന ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി Q2 ഡിവൈഡഡ് ബൈ Q1 10 raised to 4 ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ T2 T1 എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കെൽവിനിലുള്ള ടെമ്പറേച്ചർ തന്നെ എഴുതണം. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം, ഡിഗ്രി സെൽഷ്യസിലാവരുത്. അപ്പോൾ ഇവിടെ T2 ഇസ് നത്തിങ് ബട്ട് ഇവിടുത്തെ ടെമ്പറേച്ചർ ആണ്. അത് സ്മോളർ ടെമ്പറേച്ചർ ആണ്, 127 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 400 ഡിവൈഡഡ് ബൈ കെൽവിനിലേക്ക് മാറ്റി. ആൻഡ് സോഴ്സിൻ്റെത് 227 ആണ്, അത് 500 ആയി. ദാറ്റ്സ് ഈക്വൽ ടു Q2 is equal to 4/5 into 10 raised to 3. ഇവിടെ ഒരു 0 വന്നു. That's equal to 8,000 ജൂളായി. ശരിയല്ലേ? Therefore, this work done then become work done is equal to Q1 ആരാ മക്കളെ? Q1 is equal to 10 raised to 4 ജൂൾ ആണ്. That's equal to 10,000 minus
ക്യൂറ്റിൻ്റെ എമൗണ്ട് 8,000 ആണ്, 8,000 എന്ന് വന്നു, ശരിയല്ലേ? അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ ഓൾമോസ്റ്റ് യെസ് ഫസ്റ്റ് ഓപ്ഷൻ വന്നു 2,000 ജൂൾ. അതായിരിക്കും. ഓക്കെ ഫൈൻ. എഗെയിൻ എല്ലാവരും ചെയ്തിട്ടുണ്ട്, ഗുഡ് ഗോയിങ്. ഇങ്ങനെ തന്നെ പോട്ടെ, എല്ലാവരും നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും എന്നെ തോപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. യെസ്, നെക്സ്റ്റ് വൺ. വെൻ ആൻ ഐഡിയൽ ഡയാറ്റോമിക് ഗ്യാസ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോഴൊക്കെ ആ ഡയാറ്റോമിക് ഗ്യാസ് എന്ന് പറയുന്നതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണം, എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യമായിട്ട് വരും. But ideal diatomic gas is heated at constant pressure. അടുത്തത് അതാണ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. നിങ്ങളുടെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. The fraction of heat energy supplied which increases the internal energy. നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ട് എത്രമാത്രം ഇന്റേണൽ എനർജി ആയിട്ട് മാറും എന്നാണ് ഈ കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം ഓർത്ത് വെക്കണം, എത്ര എനർജിക്ക് ഇന്റേണൽ എനർജി ചേഞ്ച് സംഭവിച്ചു, എപ്പോ നമ്മൾ DQ എന്നുള്ള ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ എത്ര ഹീറ്റ് ഇന്റേണൽ എനർജി ആയിട്ട് മാറി എന്നാണ് ക്വസ്റ്റ്യൻ. ദ ഫ്രാക്ഷൻ ഓഫ് ഹീറ്റ് എനർജി ഇൻക്രീസസ്. അതിന് മനസ്സിലാകും. DU DQ വരുന്ന റിലേഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്ന ആരാ? യെസ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് അല്ലേ? ദാറ്റ് ഈസ് DQ is equal to DU plus DW. ഇത്രയേ ഉള്ളൂ. ഇയാൾ DQ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ, ഇയാളെ ബൈ DQ ചെയ്താൽ 1 വരും, ഇയാളെ ബൈ DQ ചെയ്താൽ DU by DQ വരും, പ്ലസ് ഇയാൾ ആരാണ്? DW by DQ വരും. നമുക്ക് കണ്ടുപിടിക്കാൻ DU by DQ മാത്രമാണ് അല്ലേ? അപ്പൊ DU by DQ is equal to മാത്രം കണ്ടുപിടിച്ചാൽ മതി ക്വസ്റ്റ്യൻ പ്രകാരം. DU is equal to എപ്പോഴും NCV dt ആണ്, ഡിവൈഡഡ് ബൈ DQ എപ്പോഴും NCP dt ആണ്. അറിയാം, CV is the specific heat at constant volume and CP is the specific heat at constant pressure. അപ്പോൾ dt ക്യാൻസൽ ആയി, n ക്യാൻസൽ ആയി, CV by CP 1 by ഗാമ, CP by CV ഗാമയാണ്, 1 by ഗാമ വരും. നോക്കാം, ഡയാറ്റോമിക് ഗ്യാസിന്റെ ഗാമയുടെ വാല്യൂ എത്രയാണ്? 7/5 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 5/7 വരും അല്ലേ? റെസിപ്രോക്കൽ എടുക്കണം, അതുകൊണ്ട് 5/7. ആൻസർ ബിക്കം യെസ്, ഫോർത്ത് ഓപ്ഷൻ വരും. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ കൂടി ഇവിടെ ചോദിക്കാമല്ലോ. ചില വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ദ ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ടു ദ വർക്ക് ഡൺ എന്നാണെങ്കിൽ, ഇന്റേണൽ എനർജിക്ക് പകരം വർക്ക് ഡൺ ആണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആളാരാണ്? DW by DQ ആണ്. അത് അഡീഷണൽ ആയിട്ട് പറയുന്നേ ഉള്ളൂ. ഇപ്പൊ DW by DQ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ 1 minus DU by DQ ചെയ്താൽ മതി, ശരിയല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു 1 minus 5/7 ചെയ്താൽ ആൻസർ ഈസ് 2/7 വരും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ വർക്ക് ഡൺ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ ഹീറ്റ് എനർജി ഇന്റർണൽ ഫ്രാക്ഷൻ ഓഫ് ഹീറ്റ് എനർജി സെപ്പറേറ്റ് ടു ദി ഇന്റർണൽ എനർജിക്ക് പകരം വർക്ക് ഡൺ ആണെങ്കിൽ അതിന്റെ ആൻസർ 2/7 എന്നും കൂടി വരും. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചാൽ മാത്രം മതി. ക്ലിയർ ആണോ? അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ്. അത് ഓൾമോസ്റ്റ് എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ, ഗുഡ്. നെക്സ്റ്റ് വൺ. യെസ്, സിക്സ്ത് വൺ. A bimetallic strip is made of two metals A and B having coefficient of linear expansion alpha A and alpha B. If alpha A less than alpha B on heating, the strip will. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലീനിയർ എക്സ്പാൻഷൻ്റെ കൺസെപ്റ്റ് ആണ്. അപ്പോൾ ലീനിയർ എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ അറിയാം. ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഈക്വൽ ടു ഒറിജിനൽ ലെങ്ത് ഇൻറ്റു ലീനിയർ എക്സ്പാൻഷണൽ കോയിഫിഷ്യൻറ്റ് ഇൻറ്റു അയാൾക്ക് സംഭവിക്കുന്ന ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇതാണ് ഒരാളുടെ ലെങ്ത്തിനുണ്ടാകുന്ന ചേഞ്ചിൻ്റെ കൺസെപ്റ്റ്. പക്ഷെ ഇവിടെ ഉപയോഗിക്കുന്നത് ബൈമെറ്റാലിക് സ്ട്രിപ്പ് ആണ് അല്ലേ? ബൈമെറ്റാലിക് സ്ട്രിപ്പ് ആണ്. എ സ്ട്രിപ്പ് ഈസ് മേഡ് അപ്പ് ഓഫ് 2 മെറ്റീരിയൽ. 2 മെറ്റീരിയൽ വഴി ഉണ്ടാക്കുന്ന സ്ട്രിപ്പാണ് കൺസെപ്റ്റ്. സ്ട്രിപ്പ് 2 ഡിഫറെന്റ് മെറ്റീരിയൽ ആണ്. ഇത് ഫസ്റ്റ് മെറ്റീരിയൽ ഞാൻ A എന്ന് വിളിച്ചു, ഇത് സെക്കൻഡ് മെറ്റീരിയൽ ഞാൻ B എന്ന് വിളിച്ചു. അപ്പോൾ ഒന്നാമത്തെ ആളുടെ ലീനിയർ എക്സ്പാൻഷൻ ഇയാൾ ആൽഫ A ആണ്, ഇയാളുടെ വാല്യൂ ആൽഫ B ആണ്. ഇയാൾ ഞാൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിപ്പിക്കണം അല്ലെ? ടെമ്പറേച്ചർ ΔT ഇൻക്രീസ് ചെയ്തു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. അപ്പം ഈ ഇക്വേഷൻ പ്രകാരം നോക്കിക്കേ, ഇനീഷ്യലി ഈ 2 പേരുടെയും ലെങ്ത് ആരാ? സെയിമാ. 2 പേർക്കും സംഭവിക്കുന്ന ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആരാ? സെയിമാ. അങ്ങനെ ഇക്വേഷൻ പ്രകാരം ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് പ്രൊപ്പോർഷണൽ ടു ആൽഫ എന്ന് വിളിക്കുക അല്ലെ? അയാൾ ലീനിയർ എക്സ്പാൻഷൻ കോയിഫിഷ്യന്റിന് പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ ആൽഫ കൂടുതൽ ബീക്കാണ്. അപ്പൊ ആൽഫ കൂടുതൽ ബീക്ക് ആയതുകൊണ്ട് ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ബി ഗ്രേറ്റർ ദാൻ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് എ വരും. ബിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ലെങ്ത് കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം? ബിക്ക് ചേഞ്ച് ഇൻ ലെങ്ത് കൂടണം, എക്ക് കുറയണം. അപ്പൊ പലരുടെയും മനസ്സിൽ വരും, എന്നതാ മനസ്സിൽ വരിക? ഈ എ ബി മാത്രം കൂടിപ്പോവും, എ ചെറുതായി പോവും, ലീനിയർ ആയിട്ട് അല്ലെങ്കിൽ നേരെ സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് ഇൻക്രീസിംഗ് എന്നായിരിക്കും. അല്ല, ഇതൊരു സ്ട്രിപ്പ് ഓഫ് മെയ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ബിയുടെ ചേഞ്ച് ഇൻ ലെങ്ത് കൂടുതലും എയുടെ ചേഞ്ച് ഇൻ ലെങ്ത് കുറവായിരിക്കണമെങ്കിൽ ആൽഫ കൂടിയ മെറ്റീരിയൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ആൽഫ ഇൻക്രീസ്ഡ് അല്ലെങ്കിൽ ഏറ്റവും കൂടിയ മെറ്റീരിയൽ കോൺവെക്സ് സൈഡ് അല്ലെങ്കിൽ വെളിയിൽ വരുന്ന രീതിയിൽ അയാൾ എന്ത് ചെയ്യും? ബെൻഡ് ചെയ്യും. അത് മാത്രം ആലോചിച്ചാൽ മതി. അപ്പൊ ബി
ക്കാണ് ആൽഫ കൂടുതലെങ്കിൽ ആൽഫ കൂടിയത് പുറത്ത് വരുന്ന രീതിയിൽ ബെൻഡ് ചെയ്യും. അപ്പോൾ ബെൻഡ് വിത്ത് ബി ഓൺ ഔട്ടർ സൈഡ്. ഇതെല്ലാവരും പറയും, കാരണം അത്രയും സിമ്പിളായ ഒരു ക്വസ്റ്റൻ ആണ് അല്ലേ. ലീനിയർ എക്സ്പാൻഷൻ പഠിപ്പിക്കുമ്പോൾ എല്ലാവരും പഠിക്കുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് സിമ്പിളാണ്. ദാറ്റ് ഈസ് സെക്കൻഡ് വൺ ഈസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സെവൻത്ത് വൺ. The surface water in a lake is going to freeze. Now, temperature of water at the bottom is. നമുക്ക് ടെമ്പറേച്ചർ ഓഫ് ദ വാട്ടർ അറ്റ് ദ ബോട്ടം അപ്പോൾ തന്നെ മനസ്സിൽ വരുന്ന ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തിയററ്റിക്കൽ കൺസെപ്റ്റ് ആരാന്ന് ചോദിച്ചാൽ അറിയാം, അനാമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ ആണ്. ഇത് അനാമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. അനാമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് വെള്ളത്തിൻ്റെ കേസിൽ വോളിയം വേഴ്സ് ടെമ്പറേച്ചർ ഗ്രാഫ് വരച്ചാൽ 0 ഡിഗ്രിയിലുള്ള ഐസ് ഞാൻ കൺസിഡർ ചെയ്തിട്ട് അയാളുടെ വോളിയം ഇതാണെങ്കിൽ അയാളുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ മനസ്സിലാക്കും 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ അയാളുടെ വോളിയം കുറയുന്നതായിട്ടും പിന്നീട് അയാളുടെ വോളിയം എഗെയിൻ ഇൻക്രീസ് ചെയ്യുന്നതായിട്ടും ഫീൽ ചെയ്യും. ഏറ്റവും മിനിമം വോളിയം ഓഫ് വാട്ടർ ഈസ് ഓൾവേസ് ഒബ്റ്റെയിൻഡ് അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതാണ് ഏറ്റവും മിനിമം വോളിയത്തിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ തന്നെ മനസ്സിലായിക്കോളും, മിനിമം വോളിയം വരുമ്പോഴാണ് മാക്സിമം ഡെൻസിറ്റി. ശരിയല്ലേ? അപ്പോൾ മാക്സിമം ഡെൻസിറ്റി കിട്ടുന്ന ടെമ്പറേച്ചർ 4 ഡിഗ്രി ആണ്. ആ 4 ഡിഗ്രിയിലെ ടെമ്പറേച്ചറിലാണ് നമ്മളെപ്പോഴും ഡെൻസിറ്റി ഓഫ് വാട്ടർ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നത്. അത് ഓർത്താൽ മതി. അങ്ങനെയെങ്കിൽ ഇവിടെ മിനിമം വോളിയം 4 ഡിഗ്രിയിലാണെങ്കിൽ 4 ഡിഗ്രിക്കാളും കുറയുമ്പോഴും 4 ഡിഗ്രിക്കാളും കൂടുമ്പോഴും വോളിയം ഓഫ് വാട്ടർ ഇൻക്രീസ് ചെയ്യും. ഈ ബിഹേവിയർ കൊണ്ട് തന്നെയാണ് അല്ലേ നമ്മൾ കോൾഡ് റീജിയൻസ് വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഡിസ്കവറി ചാനലിലൊക്കെ അല്ലേ, വെള്ളത്തിന് മുകളിൽ ഐസ് ആണെങ്കിലും താഴെ വാട്ടർ തന്നെ ആയിരിക്കും. അക്വാട്ടിക് ആനിമൽസിനൊക്കെ അത് ഹെൽപ്ഫുൾ ആയിട്ട് വരാറുണ്ട്. അതിനൊക്കെ കാരണം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനാമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തെ സംബന്ധിച്ചിടത്തോളം ലേക്കിന്റെ ഏറ്റവും ടോപ്പ് സർഫസ് ഇതാണ്. ഇവിടെ ഒരു 4 ഡിഗ്രി സെൽഷ്യസ് എത്തിയാൽ ഇവിടുത്തെ വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? മിനിമം വോളിയം മീൻസ് മാക്സിമം ഡെൻസിറ്റി കൂടിയിട്ട് ആ മോളിക്യൂൾസ് താഴേക്ക് മൂവ് ചെയ്യും. അപ്പോൾ മുകളിലേക്ക് ബാക്കി മോളിക്യൂൾസ് വരുമ്പോൾ സറൗണ്ടിങ് ടെമ്പറേച്ചർ അഗെയിൻ, അപ്പോൾ ഇവിടെ 4 ഡിഗ്രി ആയിട്ടുണ്ട്, സറൗണ്ടിങ് ടെമ്പറേച്ചർ വീണ്ടും ഡിക്രീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഡെൻസിറ്റി കൂടിയപ്പോഴും താഴെയാണ് 4 ഡിഗ്രി. അപ്പോൾ ഇയാൾ വീണ്ടും സറൗണ്ടിങ് ടെമ്പറേച്ചർ കുറഞ്ഞു വന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിന്റെ ടോപ്പ് സർഫസ് ഫ്രീസ് ചെയ്ത് ഐസ് ആയാലും നേരത്തെ താഴെ പോയി കിടന്ന ഡെൻസിറ്റി കൂടിയ 4 ഡിഗ്രി താഴെ തന്നെ കാണും. അപ്പം മുകളിൽ ഫ്രീസ് ചെയ്യുമ്പോഴും വാട്ടറിന്റെ ഏറ്റവും ബോട്ടത്തിലുള്ള ടെമ്പറേച്ചർ ഇസ് ഓൾവേസ് ആരാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസ് ആൻസറിൽ ഇല്ല. ഇപ്പൊ കെൽവിനിലേക്ക് മാറ്റി നോക്കണം. ഇപ്പൊ 273 പ്ലസ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ് കെൽവിനിലേക്ക് മാറ്റുമ്പോൾ വരിക. ഇപ്പോൾ 277 കെൽവിൻ ആയിരിക്കും ആൻസർ. ശരിയല്ലേ? യെസ്, എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. ഗുഡ്. എന്തായാലും സിമ്പിൾ ക്വസ്റ്റൻ ആണല്ലേ. അനാമലസ് ബിഹേവിയർ എല്ലാവർക്കും അറിയാവുന്ന കൺസെപ്റ്റ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ അനാമലസ് ബിഹേവിയറിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ കൂടി നമുക്ക് നോക്കാം. യെസ്, ഹിയർ ഇറ്റ് ഈസ്. എ ബീക്കർ ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ അറ്റ് 4 ഡിഗ്രി. 4 ഡിഗ്രി കംപ്ലീറ്റ്ലി ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ഓവർഫ്ലോ. എപ്പോൾ അയാൾ ഓവർഫ്ലോ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. പറയേണ്ട ആവശ്യമില്ല. 4 ഡിഗ്രിയിലാണെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മിനിമം വോളിയത്തിലാവുള്ള ബീക്കർ നിറച്ചുള്ള വാട്ടർ. ഇനി ടെമ്പറേച്ചർ കൂടിയാലും ശരി ടെമ്പറേച്ചർ കുറഞ്ഞാലും ശരി വോളിയം ഇൻക്രീസ് ചെയ്യത്തല്ലേ ഉള്ളൂ. അപ്പോൾ വോളിയം എന്തായാലും കൂടെ ഉള്ളൂ. അപ്പോൾ വോളിയം കൂടുന്നു എന്ന് പറയുമ്പോൾ അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താലും ശരി ഡിക്രീസ് ചെയ്താലും ശരി ഇറ്റ് വിൽ ഓവർഫ്ലോ എന്നാണ് കൺസെപ്റ്റ്. ആൻസർ ബിക്കം ബോത്ത് വെൻ ഹീറ്റഡ് ആൻഡ് കൂൾഡ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും അയാൾ എന്ത് ചെയ്യും? ഓവർഫ്ലോ ചെയ്യും. ശരിയല്ലേ? അതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് അനാമലസ് ബിഹേവിയർ എന്നാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കണം. യെസ്, കമന്റിന്റെ ഘോഷയാത്രയാണ് തേർഡ് ഓപ്ഷൻ. നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്, നമുക്ക് അറിയാം അല്ലേ. യെസ്, ഗുഡ്. ഓക്കെ, ഫൈൻ. യെസ്, എല്ലാവരും 3 തന്നെയാണ്. ഗുഡ്. നെക്സ്റ്റ് വൺ. യെസ്, 9th വൺ. ദ ഡയമെൻഷണൽ ഫോർമുല ഫോർ തെർമൽ കണ്ടക്ടിവിറ്റീസ്. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പലർക്കും ചിരി വരും. അയ്യോ ഇതൊക്കെ സിമ്പിൾ അല്ലേ സാർ, എല്ലാവർക്കും അറിയാലോ എന്ന്. പക്ഷെ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, കൊറോണയുടെ വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് നീറ്റ് എക്സാമിന് ചോദിച്ച ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. അല്ല, അപ്പോൾ സിമ്പിള് ഒരറിവും ചെറുതല്ല എന്ന് പറയുന്ന പോലെ സിമ്പിൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പുച്ഛങ്ങളൊന്നും വേണ്ട. ചിലപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ മുന്നിലേക്കുള്ള മാർക്കിന്റെ കേസിൽ വരുമ്പോൾ. ഒരു മാർക്കെങ്കിലും ഒരു മാർക്ക് അത് അഡീഷണൽ ആയിട്ട് വന്ന റാങ്കിന് ഉണ്ടാകുന്ന ഡിഫറൻസ് നമുക്കറിയാം. അതുകൊണ്ട് ഒരറിവും ചെറുതല്ലെന്നുള്ള കാര്യം മനസ്സിൽ വെച്ചേക്കുക. യെസ്, ഫൈൻ. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ഡയമെൻഷൻ നമുക്കറിയാം. തെർമൽ കണ്ടക്ടിവിറ്റിയുടെ കേസിൽ സ്റ്റഡി സ്റ്റേറ്റിലുള്ള ഹീറ്റ് കറണ്ട്, ദാറ്റ് ഈസ് ഹീറ്റ് ഫ്ലോ പെർ യൂണിറ്റ് ടൈം അല്ലെങ്കിൽ ഹീറ്റ് കറണ്ട് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? കോയിഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി K
into area into change in temperature divided by the length ആണ്. ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ ഓഫ് ഹീറ്റ് കറണ്ട് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ആണ് ഹീറ്റ് കറണ്ട്. നമുക്ക് വേണ്ടത് കെയുടെ ഡയമെൻഷൻ ആണല്ലേ. ഇത് പ്രകാരം കെയുടെ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? dq ഡിവൈഡഡ് ബൈ dt ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ ടി എന്ന് എഴുതാം. ഇതിന് ഡയറക്റ്റ് ഡയമെൻഷൻ എഴുതിയാൽ മതി. യൂണിറ്റ് വൈസ് നോക്കിക്കുക നിങ്ങൾ. യൂണിറ്റ് വൈസ് ഇയാൾ ജൂൾ പെർ സെക്കൻഡ്, ഇയാൾ എൽ മീറ്റർ ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ ഇൻറ്റു കെൽവിൻ വരും. ഒരു മീറ്ററും ക്യാൻസൽ ആയാൽ ജൂൾ പെർ സെക്കൻഡ് മീറ്റർ കെൽവിൻ എന്ന് വരും. സോറി, യെസ്, മീറ്റർ കെൽവിൻ വരും. ശരിയല്ലേ? അല്ലെ വാട്ട് പെർ മീറ്റർ കെൽവിൻ വരും. അത്രേ ഉള്ളൂ കാര്യം. ഇത് ഡയറക്റ്റ്ലി സോൾവ് ചെയ്യേണ്ട കാര്യമില്ലേ നമുക്കിനി ഉള്ളൂ. കാരണം ഇയാൾ ഡി ക്യൂ ജൂളാണ് പെർ ടൈം. ഇപ്പോൾ ജൂൾ പെർ സെക്കൻഡ് മീറ്റർ ആൻഡ് ഹിയർ മീറ്റർ സ്ക്വയർ വരും. ഇപ്പോൾ പെർ മീറ്റർ കെൽവിൻ, വാട്ട് പെർ മീറ്റർ കെൽവിൻ. ഡയറക്റ്റ് ഡയമെൻഷൻ എഴുതിയാൽ മതി. നമുക്കറിയാം എം എൽ 2T - 3. ശരിയല്ലേ? അതാണ് വാട്ട് പെർ മീറ്റർ കെൽവിൻ ആണ്. പെർ മീറ്റർ കെൽവിൻ എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ ഒരു എൽ വരും, ഒരു കെ കൂടി വരും. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ഡയമെൻഷൻ നോക്കുമ്പോൾ മനസ്സിലാകും. എൽ മുകളിൽ കയറുമ്പോൾ എൽ 1 ആവും. ഇപ്പോൾ M1 L1 T -3 ആൻഡ് K -1. ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ. ശരിയല്ലേ? യെസ്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് വൺ ആണ് ആൻസർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പഴയ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. യെസ്, ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ. യെസ്, 10th one. A gas for which gamma, നമുക്കറിയാം ഗാമ അഡിയബാറ്റിക് കോൺസ്റ്റന്റ് ആണ് അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു CP ഡിവൈഡഡ് ബൈ CV. ദാറ്റ്സ് ഈക്വൽ ടു 1.5 ആണ് എന്ന് വെച്ചാൽ 3.2 ആണ് അല്ലേ. 3/2. ദാറ്റ്സ് ഇറ്റ്. Is suddenly compressed. ആ ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കേണ്ട കാര്യം അതാണ്. സഡൻലി കംപ്രസ്ഡ്, സഡൻ പ്രോസസ് ആണ്, ഈസ് അഡിയബാറ്റിക്. സഡൻലി കംപ്രസ്ഡ് ആണ്, ഈസ് അഡിയബാറ്റിക് പ്രോസസ് ആണ്. എന്താ അഡിയബാറ്റിക് പ്രോസസ്? ദർ ഇസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ സിസ്റ്റം വിത്ത് ദ സറൗണ്ടിങ്സ് ആണ് അല്ലേ. ദാറ്റ് ഇസ് ഡെൽറ്റ Q ഇസ് ഈക്വൽ ടു 0. ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല, അതാണ് അഡിയബാറ്റിക് പ്രോസസ്. ഫൈൻ. കംപ്രസ്ഡ് ടു 1/4 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വോളിയം. അപ്പോൾ തന്നെ മനസ്സിലായി ഫൈനൽ വോളിയം ഇസ് ഈക്വൽ ടു 1/4 times of initial volume. Question കിട്ടി. Then the ratio of the final to initial pressure is, നമുക്ക് pressure ratio വേണം അല്ലേ. That is final pressure PF divided by initial pressure PI എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ തന്നിരിക്കുന്ന ഫാക്ടേഴ്സായി, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായി, കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളുമായി. ഇപ്പോൾ വോളിയം റിലേഷൻ തന്നിട്ട് പ്രഷർ റിലേഷൻ ചോദിച്ചു. അപ്പോൾ നമുക്ക് അഡിയബാറ്റിക് പ്രോസസ്സിന്റെ കേസിൽ PV പ്രഷർ വോളിയം റിലേഷൻ അറിഞ്ഞാൽ മതി. അത് ഓൾമോസ്റ്റ് നമ്മളെല്ലാം ബൈഹാർട്ട് ആക്കുന്ന ഇക്വേഷൻ തന്നെയാണ് അല്ലേ. എന്താ അത്? PV raised to gamma is equal to constant ആണ്. അപ്പൊ PV raised to gamma is equal to constant ആണ്. ഇപ്പൊ രണ്ട് സ്റ്റേറ്റുകൾ റിലേറ്റ് ചെയ്യുമ്പോൾ ആ ഇക്വേഷൻ എന്ത് വരും? P initial V initial gamma is equal to P final V final gamma ആവും. ശരിയാണോ? അപ്പൊ നമുക്ക് റേഷ്യോ എടുക്കുമ്പോൾ ഫൈനൽ പ്രഷർ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ 1 is equal to initial volume divided by final volume the whole raised to gamma വരും. That's equal to VI divided by final volume VI/4 ആണ്. അപ്പോൾ VI divided by 4 മുകളിലേക്ക് പോയി the whole raised to gamma. ഗാമ ആരാ? 3/2. That's equal to VI കട്ടായി പോയല്ലേ. 4/1/2 2 വരും. 2/3 വരും. That's equal to 8 വരും. ശരിയാണോ? അപ്പം ഫൈനൽ പ്രഷർ ഷുഡ് ബി ഈക്വൽ ടു, അല്ലെങ്കിൽ റേഷ്യോ ആണ് ചോദ്യം, 8:1 വരും അല്ലേ. 8:1 എന്നുള്ള 4th one. That's the answer. ക്ലിയർ? സിമ്പിൾ ആണ്. 1:8 എന്ന് എഴുതരുത്. ഇനീഷ്യൽ ബൈ ഫൈനൽ ആണെങ്കിലാണ് 1/8 വരെ. ഇവിടെ ഫൈനൽ ബൈ ഇനീഷ്യൽ എന്ന് ചോദ്യത്തിൽ പറഞ്ഞത് കൊണ്ട് ആൻസർ ഈസ് 8:1 ആണ് 4th ഓപ്ഷൻ. ക്ലിയർ? യെസ്, എല്ലാവരും വീണ്ടും ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് വൺ. യെസ്, 11th one. Again, during an adiabatic process, ഇപ്പോൾ തന്നെ മനസ്സിലായി അഡിയബാറ്റിക് പ്രോസസ് ആണ്. അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോൾ വീണ്ടും ഓർത്ത് വെച്ചേക്കണം, ദർ ഇസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച്. അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ് ആണ്. The pressure of a gas is found to be proportional to the 4th power of absolute temperature. അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ്സിൽ പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. Proportional to the 4th power of absolute temperature ആണ്. അപ്പോൾ പ്രഷർ ഈസ് proportional to T raised to 4. That's it.
P proportional to T raised to 4. Fine. Then the ratio of Cp by Cv ആണ് question. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അവിടെയുണ്ട് Cp by Cv. അപ്പോൾ തന്നെ മനസ്സിൽ വരണം Cp by Cv ആരാ? അഡിയബാറ്റിക് കോൺസ്റ്റന്റ് ആണ്, ഗാമയാണ്. നമുക്കറിയാം പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻ ഇൻ അഡിയബാറ്റിക് പ്രോസസ്. പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻ ഇൻ അഡിയബാറ്റിക് പ്രോസസ് നമുക്കറിയാം, ശരിയല്ലേ? ദാറ്റ് ഈസ് P raised to 1 minus gamma T raised to gamma is equal to constant. I think ഇതാണ് ഇക്വേഷൻ. പ്രഷർ ടെമ്പറേച്ചർ ഡയറക്റ്റ് ഇക്വേഷൻ ഇതാണ്. P raised to 1 minus gamma T raised to gamma കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് ഈ രണ്ട് റിലേഷൻസിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് നോക്കാം. ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയാൽ അത് ഇയാളെ നോക്കിയാൽ ഇയാൾ എനിക്ക് P divided by T raised to 4 is equal to a constant എന്ന് വിളിക്കാം. That is P T raised to minus 4 is equal to constant ആവും, ശരിയല്ലേ? ഈ T raised to 4 അറിയാലോ, മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ P T raised to minus 4 is equal to a constant ആയി. ഫസ്റ്റ് കേസിൽ ഇയാൾ എനിക്ക് പവറിനെ ഡിവൈഡ് ചെയ്താൽ ഏതിനെ കൊണ്ട് 1 മൈനസ് ഗാമ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ P T raised to gamma divided by 1 minus gamma is equal to ആര് വരും? കോൺസ്റ്റന്റ് വരും. അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷൻ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഇവിടെ P T raised to minus 4 കോൺസ്റ്റന്റ്, ഇവിടെ P T raised to gamma by 1 minus gamma കോൺസ്റ്റന്റ്. ബട്ട് ടൈം അല്ലെങ്കിൽ ടെമ്പറേച്ചറിന്റെ പവർ നമുക്ക് എന്ത് ചെയ്യാം? റിലേറ്റ് ചെയ്യാം. അത് റിലേറ്റ് ചെയ്താൽ ഗാമ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഗാമയുടെ വാല്യൂ അല്ലേടാ ഇവിടുത്തെ -4, ശരിയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇയാളൊന്ന് സോൾവ് ചെയ്തെടുത്താൽ ആൻസർ ആയി. ദാറ്റ് ഇസ് ഗാമ ഈസ് ഈക്വൽ ടു -4 പ്ലസ് 4 ഗാമ, ശരിയാണോ? ദാറ്റ് ഈസ് 3 ഗാമ ഈസ് ഈക്വൽ ടു 4 or ഗാമ ഈസ് ഈക്വൽ ടു 4/3 എന്ന് വരും. ഗാമയാണ് Cp by Cv, ദാറ്റ് ഈസ് 4/3 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക, ശരിയല്ലേ? ദ ഫോർ ആൻസർ ബിഗ് ഓപ്ഷൻ 4, ദാറ്റ് ഈസ് 4/3 എന്ന് വരും, ശരിയല്ലേ? യെസ്, എല്ലാവരും വീണ്ടും ശരിയാക്കിയിട്ടുണ്ട്. വീണ്ടും എല്ലാവരും എന്നെ തോപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, നോക്കാം. നെക്സ്റ്റ് വൺ. യെസ്, ഹിയർ ഇറ്റ് ഈസ് 12th one. ഇത് NCERT ഡയറക്റ്റ് കൺസെപ്റ്റ് ആണ്. ഈക്വൽ മാസസ് ഓഫ് 2 liquids. അപ്പം ഓർത്തോണം രണ്ടിൻ്റെയും മാസ് സെയിം ആണ്. അപ്പം എയുടെ മാസും ബിയുടെ മാസും സെയിം ആയി. Contained in vessel of negligible heat capacity are applied heat at the same rate. അടുത്തതിൽ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് അവിടെയുണ്ട്. ഒരേ റേറ്റിൽ ഹീറ്റ് കൊടുക്കുവാണ്. അപ്പം രണ്ടുപേരുടെയും ഹീറ്റ് ചെയ്യുന്ന റേറ്റ് സെയിം ആണ്. ഹീറ്റ് കൊടുക്കുന്ന റേറ്റ്, എനർജിയുടെ റേറ്റ്, അതല്ലേ പവർ. രണ്ടുപേരും കൊടുക്കുന്ന പവർ ആരാണ്? സെയിം ആണ്. അപ്പം ആ ഒരു കൺസെപ്റ്റ് ഒക്കെ ശ്രദ്ധിച്ച് വെച്ചേക്കണം. പവർ ഗിവൺ ഇസ് എ കോൺസ്റ്റന്റ്. റേറ്റ് ഓഫ് പവർ ഗിവൺ ഇസ് എ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ എനർജി ഗിവൺ ഇസ് എ കോൺസ്റ്റന്റ്. The temperature was time graph for the liquids are shown. അതിന്റെ ടെമ്പറേച്ചർ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട് ബോർഡിൽ. If S represents the specific heat and L represents the latent heat of liquid, then എന്താ സ്പെസിഫിക് ഹീറ്റ് ആൻഡ് ലാറ്റന്റ് ഹീറ്റ്? ലാറ്റന്റ് ഹീറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എപ്പോഴാണ്? ഒരു സിസ്റ്റത്തിന്റെ അതിന്റെ സിസ്റ്റം, അതായത് ഇപ്പം സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ, ലിക്വിഡ് സോളിഡ് ആകുമ്പോൾ, ലിക്വിഡ് ഗ്യാസ് ആകുമ്പോഴേക്കാണ്, അതിന്റെ ഫേസ് ചേഞ്ച് വരുമ്പോഴാണ്. അപ്പോൾ ഫേസ് ചേഞ്ച്, ഡ്യൂറിങ് ഫേസ് ചേഞ്ച് കൺസെപ്റ്റിൽ മാത്രം നമ്മൾ ലാറ്റന്റ് ഹീറ്റിന്റെ കൺസെപ്റ്റ്. പക്ഷേ ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ ആ ബോഡിക്ക് ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ലാറ്റന്റ് ഹീറ്റിന്റെ കൺസെപ്റ്റിലല്ല, അയാളുടെ സ്പെസിഫിക് ഹീറ്റിന്റെ കൺസെപ്റ്റിലാണ്. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാകും, ഡ്യൂറിങ് ഫേസ് ചേഞ്ച് ടൈം മാറുന്നതനുസരിച്ച് ആ ബോഡിയുടെ ടെമ്പറേച്ചർ ഇസ് എ കോൺസ്റ്റന്റ്. 0 ഡിഗ്രി ഐസ് 0 ഡിഗ്രി വാട്ടർ ആകുന്ന ഹോൾ പ്രോസസ്സിൽ അല്ല ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. 100 ഡിഗ്രി ഉള്ള വാട്ടർ 100 ഡിഗ്രി സ്റ്റീം ആകുന്നത് ഹോൾ പ്രോസസ്സിൽ അയാളുടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയെങ്കിൽ ഏത് ടൈം ഇന്റർവെല്ലാണോ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുന്നത്, ആ ടൈം ഇന്റർവെല്ലാണ് അവിടെ ആര് നടക്കുന്നത്? ഈ പറയുന്ന ഫ്യൂഷൻ അല്ലെങ്കിൽ വേപ്പറൈസേഷൻ നടക്കുന്നത്. ഇവിടെ ദിസ് പോയിന്റ് ശരിക്കും ശ്രദ്ധിച്ചോളണം. ഇവിടം മുതൽ ഇവിടം വരെയാണ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെയാണ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ഈ ഗ്രാഫ് ഒന്ന് മനസ്സിലാവും. അതിന്റെ അർത്ഥം ആ രണ്ട് പോയിന്റുകളിലാണ് അവിടെ ആര് നടക്കുന്നത്? ഈ പറയുന്ന വേപ്പറൈസേഷനോ ഫ്യൂഷനോ നടക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയെങ്കിൽ ആ സ്റ്റേജിന്റെ കൺസെപ്റ്റ് നമ്മൾ കൊടുക്കേണ്ട ഹീറ്റ് Q ആണെങ്കിൽ അത് M, അതിന്റെ മാസ് ഇൻറ്റു അവിടുത്തെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, അല്ലെങ്കിൽ ലാറ്റന്റ് ഹീറ്റ് എന്ന് എഴുതിയാൽ മതി, ലാറ്റന്റ് ഹീറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാളെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താലോ ബൈ ടി, ഇവിടെ ഒരു ബൈ ടി എന്ന് വരും. ഇനി Q/T അല്ലേ നമ്മുടെ പവർ. ഇപ്പൊ പവർ ഇസ് ഈക്വൽ ടു mL/T വരും. ആയി കൊടുക്കുന്ന പവർ കോൺസ്റ്റന്റ്, രണ്ടുപേരുടെയും മാസ് കോൺസ്റ്റന്റ്. അപ്പൊ ലാറ്റന്റ് ഹീറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ടൈം എന്ന് വിളിക്കാം. ദാറ്റ്സ് ഇറ്റ്. അതിന്റെ അർത്ഥം എന്നാ? ഏതിനാണോ
ടൈം കൂടുതൽ എടുക്കുന്നത് അതിന് ലാറ്റന്റ് ഹീറ്റ് കൂടുതലാണെന്നല്ലേ അർത്ഥം. അപ്പോൾ ഈ ഗ്രാഫിന് ഒബ്റ്റെയിൻ ചെയ്തേ എയുടെ ഗ്രാഫ് ഇവിടെ ടു ഇവിടം വരെയാണ്, ബിയുടെ ഇവിടം വരെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ആളാരാണ്? എ എന്നുള്ള ഗ്രാഫിനല്ലേ കൂടുതൽ സമയം ഹീറ്റ് അബ്സോർവ് ചെയ്യേണ്ടി വരുന്നത്. അതിൻ്റെ അർത്ഥം അയാളുടെ ലാറ്റന്റ് ഹീറ്റ് ആണ് കൂടുതൽ എന്നല്ലേ. ഓട്ടോമാറ്റിക്കലി ഒരു ആൻസർ ആയി കഴിഞ്ഞു. എയുടെ ലാറ്റന്റ് ഹീറ്റ് കൂടുതലും ബിയുടേത് കുറവാണ്. അപ്പോൾ ഒരു ആൻസർ ആയി. ഇൻ ദ സെയിം മെത്തേഡിൽ നമുക്ക് സ്പെസിഫിക് ഹീറ്റും കൂടി നോക്കാം. സ്പെസിഫിക് ഹീറ്റിന്റെ കൺസെപ്റ്റ് എപ്പോഴാണ്? നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് നോക്കാം. സ്പെസിഫിക് ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ആ ബോഡിയുടെ ഹീറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ക്യൂ ഹീറ്റ് കൊടുത്തു, ദാറ്റ്സ് ഈക്വൽ ടു എസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു മാസ് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ബൈ ടൈം, വീണ്ടും ഞാൻ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ് രണ്ട് സൈഡിലും. ഇവിടെ ക്യൂ ബൈ ടി പവർ വരും, ദാറ്റ്സ് ഈക്വൽ ടു എസ് എം ഇൻറ്റു ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ടൈം. പവർ കോൺസ്റ്റന്റ്, ശരിയാണോ പറഞ്ഞത്? മാസ് രണ്ടുപേർക്കും കോൺസ്റ്റന്റ്, അതും ശരിയായി. അങ്ങനെയെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ബൈ ടൈം എന്ന് പറയുന്ന ക്വാണ്ടിറ്റി പ്രൊപ്പോർഷണൽ ടു 1 ബൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. അത്രേ ഉള്ളൂ. ഇതാണ് കൺസെപ്റ്റ്. എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഗ്രാഫിൽ ടെമ്പറേച്ചർ ചേഞ്ച് ബൈ ടൈം എന്ന് പറയുന്നത് ഇയാളുടെ സ്ലോപ്പ് അല്ലേ? കാരണം വൈ ആക്സിൽ ടെമ്പറേച്ചർ ആണ്, എക്സ് ആക്സിൽ ടൈം ആണ്. അപ്പം ഇയാളുടെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡെൽറ്റ ടി ബൈ ടി കിട്ടും. ആ സ്ലോപ്പ് കണ്ടിട്ട് അയാളുടെ ഇൻവേഴ്സ്ഡ് ആണ് ആര്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അതിന്റെ അർത്ഥം സ്ലോപ്പ് കൂടിയ ആൾക്ക് എസ് കുറവാണ്, സ്ലോപ്പ് കുറഞ്ഞ ആൾക്ക് സ്പെസിഫിക് കപ്പാസിറ്റി കൂടുതലാണ്. അപ്പോൾ ഈ രണ്ട് ഗ്രാഫ് നോക്കിയേ, എ ടു ബി. ഇതിൽ സ്ലോപ്പ് കൂടിയ ഗ്രാഫ് എക്കല്ലേ ഉള്ളത്? എക്ക് സ്ലോപ്പ് കൂടുതൽ, സ്ലോപ്പ് കൂടിയ ആൾക്ക് എസ് കുറവ്, അപ്പോൾ എക്ക് എസ് കുറവ്. അത്രേ ഉള്ളു കാര്യം. അപ്പോൾ എസ് എ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് എ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ബി എന്നുള്ള സെക്കൻഡ് കൺസെപ്റ്റും കിട്ടും. സിംപ്ലി ആൻസേഴ്സ് രണ്ടും ആയി കഴിഞ്ഞു അല്ലെ. എസ് എ ലെസ് ദാൻ എസ് ബി ആയി, സിമിലർലി എൽ എ ഗ്രേറ്റർ ദാൻ എൽ ബി ആയി. ഓട്ടോമാറ്റിക്കലി ആൻസർ ഓപ്ഷൻ 4 വരും. 4th വൺ ആണ് ആൻസർ. ക്ലിയർ? യെസ്, ഇതൊരു മിക്സിംഗ് കൺസെപ്റ്റ് ആയിട്ട് കമന്റിൽ വരുന്നുണ്ട്. 4ഉം 2ഉം ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല. 4 ആണ് ആൻസർ. ഇനി തെറ്റാതിരിക്കുക, ഒന്ന് ബൈ ഹാർട്ടാക്കി അല്ലെങ്കിൽ ഓർമ്മയിൽ വെച്ചേക്കോ. ഇതാണ് കൺസെപ്റ്റ്. നെക്സ്റ്റ് വൺ, S13th. 2 wires of same material and length. യെസ്, തൽക്കാലം നമ്മൾ അടുത്ത മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് പോവാണ് അല്ലേ. ക്വസ്റ്റ്യൻ നോക്കുക. 2 wires of same material and length but diameters are in the ratio 1.2 അല്ല 1:2, sorry 1:2 are stretched by the same force. The potential energy per unit volume for the 2 wires when stretched will be in the ratio. നമുക്ക് വേണ്ടത് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ആണ്. പക്ഷെ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റികൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഒരേ മെറ്റീരിയൽ ആണ്, ഒരേ ലെങ്ത് ആണ്. ഇപ്പോൾ ഒരേ മെറ്റീരിയൽ ആണെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി യങ്സ് മോഡുലസ് സെയിം ആയി. ഒരേ ലെങ്ത് ആണ്, പക്ഷെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഡയമീറ്ററിന്റെ ടേമിലേക്ക് കിട്ടണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. എങ്കിലേ നമുക്ക് ആൻസർ കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ അറിയണം. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ വയർ ഇസ് ഈക്വൽ ടു ഹാഫ് എഫ് ഇൻടു ഡെൽറ്റ എൽ. അയാൾക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. ഇതാണ് ഇക്വേഷൻ. എനർജി ഡെൻസിറ്റി ചോദിച്ചാൽ യു ഡാഷ് ഇസ് ഈക്വൽ ടു എനർജി പെർ വോളിയം ആണ്. അതാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ ഹാഫ് ഇൻടു സ്ട്രെസ് ഇൻടു സ്ട്രെയിൻ ആണ്. ഇതാണ് എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ. അപ്പൊ രണ്ട് ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നമ്മുടെ ഇവിടെ പറഞ്ഞ എനർജി ഡെൻസിറ്റി, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം അതാണ് എനർജി ഡെൻസിറ്റി യു ബാർ. അത് ഹാഫ് സ്ട്രെസ് ഇൻടു സ്ട്രെയിൻ. നമുക്കിവിടെ സ്ട്രെയിനിന്റെ കൺസെപ്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അറിയാവുന്ന ടേമിലേക്ക് മാറ്റിയാൽ മതി. അതിന് ഞാൻ ചെയ്യുന്നത് ദാറ്റ്സ് ഈക്വൽ ടു ഇയാളുടെ സ്ട്രെസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സ്ട്രെസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഇയാളെ വീണ്ടും സ്ട്രെസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ സ്ട്രെസ് സ്ക്വയർ വരും, ബൈ സ്ട്രെസ്, സ്ട്രെയിൻ ബൈ സ്ട്രെസ് വരും. ശരിയല്ലേ? അപ്പോൾ ഒരു സ്ട്രെസ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, സ്ട്രെസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഒരു സ്ട്രെസ് കൊണ്ട് ഞാൻ ഇവിടെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ സ്ട്രെസ്സിന്റെ സ്ട്രെസ് സ്ട്രെസ് സ്ക്വയർ ആയി. അപ്പോൾ സ്ട്രെസ്സിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ബൈ സ്ട്രെസ് 1 ബൈ യങ്സ് മോഡുലസ് ആണ്. അപ്പോൾ 2y എന്ന് വരും. ദാറ്റ്സ് ഇറ്റ്. ഇക്വേഷൻ ആയി. ഇനി സ്ട്രെസ് ആരാണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ. അപ്പോൾ അത് എഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഇൻറ്റു ഇവിടെ 2yയും കൂടി വരും. ഫൈൻ. ഇനി ക്വസ്റ്റ്യൻ വായിക്കാം. യെസ്, നമുക്ക് വേണ്ടത് ഈ കണ്ടീഷൻസിലാണ്. ദ സെയിം ഫോഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫോഴ്സ് സെയിം ആയി. അപ്പോൾ എഫ് സെയിം കോൺസ്റ്റന്റ്, 2y കോൺസ്റ്റന്റ് എങ്കിൽ എനർജി ഡെൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു 1 ബൈ എ സ്ക്വയർ. നമുക്ക് ആവശ്യമുള്ള റിലേഷൻസിലേക്ക് എത്തി നോക്കിയാൽ മതി. എ സ്ക്വയർ ആണ്, പക്ഷെ ഡയമീറ്റർ ആണ് തന്നേക്കണേ.
ഏരിയ ആരാണ്? പൈ ആർ സ്ക്വയർ. ഇൻ ഡയമീറ്റർ പൈ ഡി സ്ക്വയർ ബൈ 4. അങ്ങനെയാണെങ്കിൽ ഇത് പ്രൊപ്പോർഷണൽ ടു 1 ബൈ ഡി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ വരും. പ്രൊപ്പോർഷണൽ ടു 1 ബൈ ഡി റേസ് ടു 4 വരും. ഇപ്പൊ ഡയമീറ്ററിന്റെ 4th പവറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ d1:d2 എന്ന് പറയുന്ന റേഷ്യോ 1:2 ആണ്. അപ്പൊ അയാളുടെ 4th പവറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ ഇയാളുടെ 4th പവറിന് ഇൻവേഴ്സ് എടുത്താൽ മതി. ഇയാളുടെ 4th പവർ ആരാ? 1:16 വരും. അയാളുടെ ഇൻവേഴ്സ് ആരാ? 16:1 വരും. സിമ്പിൾ കൺസെപ്റ്റ് ആയി. ഫസ്റ്റ് 1 ആണ് ആൻസർ. 13th വണ്ണിന്റെ ആൻസർ ഓപ്ഷൻ 1 വരും. യെസ് യെസ്, ഇത് ഒരു മിക്സിംഗ് കൺസെപ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. 1, 2, പക്ഷെ മിക്കവാറും പേര് പറഞ്ഞിരിക്കുന്ന 1 തന്നെയാണ്. യെസ്, ഗുഡ്, കൊള്ളാം. നെക്സ്റ്റ് വൺ. യെസ്, 14th. The load was elongation graph for 4 wires of the same material shown in the figure. The thinnest wire, ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ കാണാതെ പോകരുത്. ഏതാണ് തിന്നസ്റ്റ് വൺ? ഏരിയ ഏറ്റവും കുറഞ്ഞ ആള് ആരെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണം. അപ്പോൾ നമുക്കറിയാം, വീണ്ടും യങ്സ് മോഡുലസിന്റെ കൺസെപ്റ്റിൽ ഇക്വേഷൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്താ? സ്ട്രെസ് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് ആണ് അല്ലേ. സോൾവ് ചെയ്താൽ സ്ട്രെസ് ഫോഴ്സ് ബൈ ഏരിയ ദാറ്റ്സ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ഓട്ടോമാറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ ആയി കഴിഞ്ഞു. അപ്പോൾ യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ ആരാണ്? ദാറ്റ് ഈസ് എഫ് ഇൻറ്റു ഒറിജിനൽ ലെങ്ത് ഡിവൈഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ എൽ ആണ്. ഹിയർ ഇറ്റ് ഈസ്. ഇതാണ് യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ്. നമുക്ക് പറയുന്ന കണ്ടീഷൻസ് നോക്കിക്കേ. ലോഡ് വാസ് ഇലോങ്ങേഷൻ. ലോഡ് വാസ് ഇലോങ്ങേഷൻ. ലോഡ് ആരാ? ഫോഴ്സ് ആണ്. ഇലോങ്ങേഷൻ ആരാ? ചേഞ്ച് ഇൻ ലെങ്ത് ഒറിജിനൽ ലെങ്ത് ആണ്. ഇപ്പോൾ ഡയറക്ട്ലി പറയുന്നുണ്ട്, ഇയാളുടെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് കിട്ടുന്ന ആൾ ആരാണ്? ഈ പറയുന്ന എഫ് ഡിവൈഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ ആണ്. കാരണം ഇലോങ്ങേഷൻ, ലോഡ് ഇലോങ്ങേഷൻ. ഇപ്പൊ ഡെൽറ്റ എൽ ബൈ എൽ, ഇവിടെ ലോഡ് ഫോഴ്സ്. ഇപ്പൊ എഫ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ അയാളുടെ സ്ലോപ്പ് ആണെന്ന് മനസ്സിലാവും. അവിടെ നിൽക്കട്ടെ. ഒരേ മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ നോക്കിയ ക്വസ്റ്റ്യൻ. സെയിം മെറ്റീരിയൽ. ഇപ്പൊ യങ്സ് മോഡുലസ് കോൺസ്റ്റന്റ് ആയി. അങ്ങനെ അവിടെ എന്ത് പറയാം? സ്ലോപ്പ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, സ്ലോപ്പ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ആണോ? ഇൻവേഴ്സിൽ പ്രൊപ്പോർഷണൽ അല്ല, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ എന്ന് കിട്ടും. കാരണം ഇവിടെ എഫ് ബൈ ഡെൽറ്റ എൽ ആണ് സ്ലോപ്പ്, y കോൺസ്റ്റന്റ് ആണ്. ഏരിയ ഇങ്ങോട്ട് വരുമ്പോൾ സ്ലോപ്പ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ ആയി. അപ്പൊ സ്ലോപ്പ് കൂടിയ ആൾക്ക് ഏരിയ കൂടുതൽ. സ്ലോപ്പ് കൂടുതൽ ആർക്കാണ്? ഇവിടെ സ്ലോപ്പ് കൂടിയ ഗ്രാഫ് കാണാൻ ഇനി ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാം. ദാറ്റ് ഈസ് ഒ എ, ഒ ബി, ഒ സി, ഒ ഡി. ഒ ഡിക്കാണ് സ്ലോപ്പ് കൂടുതൽ. ഓടിക്ക് സ്ലോപ്പ് കൂടുതലാണെങ്കിൽ ഏരിയ കൂടുതൽ ഓടിക്കാണ്. അപ്പൊ ഏതിനാണോ സ്ലോപ്പ് കൂടുതൽ അതിന് ഏരിയ കൂടി. നമുക്ക് വേണ്ടത് ഏരിയ കൂടിയതല്ല, തിന്നസ്റ്റ് വൺ, ഏരിയ കുറഞ്ഞതാണ്. അപ്പൊ സ്ലോപ്പ് ഏറ്റവും കുറഞ്ഞ ആൾക്ക് ഏരിയ ഏറ്റവും കുറവ്. ഏരിയ ഏറ്റവും കുറഞ്ഞ ആൾ ആരാണ്? ഒ എ ആണ്. അപ്പൊ ഒ എ ആണ് ആൻസർ ആയിട്ട് വരിക. ദാറ്റ് ഈസ് തിന്നസ്റ്റ് വയർ ഈസ് ഒ എ. ഏറ്റവും കുറഞ്ഞ സ്ലോപ്പ് ഉള്ള ആൾ വരും. ശരിയാണോ? ആൻസർ ഓപ്ഷൻ 3 വരും. ഫൈൻ. യെസ്, ഇതും മിക്സിംഗ് ആണ്. 2ഉം 3ഉം ഒക്കെ നമ്മുടെ ഓപ്ഷനിലും കമന്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, 2 അല്ല 3 ആണ് ആൻസർ എന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. സ്ലോപ്പ് പ്രൊപ്പോർഷണൽ ടു ഏരിയ. ഒ എ ആണ് തിന്നസ്റ്റ് വൺ. തിക്കസ്റ്റ് വൺ ചോദിച്ചാൽ ഓക്കെ, നിങ്ങൾ പറഞ്ഞ ആൻസർ ഓക്കെ ആണ്, ഓടി ആയിരിക്കും. അങ്ങനെ സ്ലോപ്പ് കൂടിയ ആൾക്ക് ഏരിയ കൂടുതൽ, തിക്കസ്റ്റ് വൺ ആയിട്ട് മാറും. അപ്പോൾ പ്രത്യേകം ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ തിന്നസ്റ്റിന് പകരം നിങ്ങൾ തിക്കസ്റ്റ് ആയിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. പക്ഷേ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് വൺ. യെസ്, 15th. What percentage of length of wire will increases by applying a stress of 1 kilogram weight per millimeter square on it? What percentage of length of a wire will increase? What percentage of increase? Length increase. But change in length by length into 100 വേണം. നമുക്കറിയാം ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ലെങ്ത് ആരാണ്? തൊട്ട് മുന്നേ എഴുതി ഇക്വേഷൻസ് നോക്കിയാൽ മതി. ഇവിടെ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ എൽ എടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? അത് ആലോചിച്ച് നോക്കുക. യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ അത് y is equal to FL divided by A ഡെൽറ്റ എൽ ആണ്. അപ്പോൾ ഡെൽറ്റ എൽ ബൈ എൽ ഇസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ എ വൈ എന്ന് വരും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇതാണ് ഇക്വേഷൻ. ഡെൽറ്റ എൽ ബൈ എൽ ഇസ് ഈക്വൽ ടു എഫ് ബൈ എ വൈ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക. സ്ട്രെസ് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. പേന മുകളിലേക്ക് തന്നെ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ആയി. ശരിയല്ലേ പറഞ്ഞത്? കാരണം എഫ് ബൈ എ സ്ട്രെസ് ആയി. സ്ട്രെസ് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. 1 kilogram weight per millimeter square. 1 kilogram weight is equal to 9.8 Newton. അപ്പോൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്.
ഡിനോമിനേറ്ററിലുള്ള മില്ലിമീറ്റർ സ്ക്വയർ. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുകയില്ല, യൂണിറ്റ് ശ്രദ്ധിക്കാതെ വിടും. പക്ഷേ യൂണിറ്റ് മില്ലിമീറ്റർ സ്ക്വയർ ആണ്. പക്ഷെ നമ്മൾ SI യൂണിറ്റ് ചെയ്യുമ്പോൾ ആ യൂണിറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രെസ് ഇസ് ഈക്വൽ ടു, ആരാ സ്ട്രെസ് എന്ന് നോക്കാം. 1 കിലോഗ്രാം വെയിറ്റ് 9.8 ന്യൂട്ടൺ ആണ്. പക്ഷെ അവിടെ ഡിവൈഡഡ് ബൈ 1 കിലോഗ്രാം വെയിറ്റ് കിട്ടി, ഡിവൈഡഡ് ബൈ മില്ലിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കണം. ഇപ്പൊ 10⁻⁻6 മീറ്റർ സ്ക്വയർ ആവും അല്ലെ. ഇവിടെ 9.8 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ഇസ് ഡയറക്ട്ലി ഗിവൺ ഹിയർ, ദാറ്റ് ഇസ് ഈക്വൽ ടു 1 × 10⁻11 ആണ്. This always answer ആവും. That's equal to ഇത് 9.8 × 10⁻6 divided by 10⁻11 വരും. ശരിയല്ലേ? ആൻസർ ഡയറക്ട്ലി കിട്ടി. That is equal to 9.8 × 10⁻, എത്രയാണ്? 5 വരും അല്ലെ, -5 വരും. പെർസെൻറ്റേജിൽ ആയതുകൊണ്ട് ΔL/L × 100 വേണം. That's equal to 9.8 × 10⁻³ എന്ന് വരും. 9.8 × 10⁻³ ആരാ? 0.0098. അത്രയും പെർസെൻറ്റേജ് ആൻസർ വരും. ശരിയല്ലേ? സിമ്പിൾ. 0.0098% എന്നുള്ള തേർഡ് ഓപ്ഷൻ നമ്മുടെ ആൻസർ ആയിട്ട് വരും. ശരിയല്ലേ? 15th വണ്ണിൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആണ്. യെസ്, ഇതെല്ലാം 3 തന്നെയാണ്. കമന്റിൽ മൊത്തം 3 കാണുന്നുണ്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ എല്ലാവരും ചെയ്തു. ഓക്കെ ഫൈൻ, ഗുഡ്. നെക്സ്റ്റ് വൺ. യെസ്, 16th. വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്, ക്വസ്റ്റ്യൻ ആണ്. ദ റേഷ്യോ ഓഫ് ദ ലെങ്ത്, radius and Young's modulus of steel and brass wires. ആ റേഷ്യോ വന്നിട്ടുണ്ട്. എത്രയാ? ലെങ്ത്തിന്റെ റേഷ്യോ A ആണ്, റേഡിയസിന്റെ റേഷ്യോ B ആണ്, ആൻഡ് യങ്സ് മോഡുലസിന്റെ റേഷ്യോ C ആണ്. Then the corresponding ratio of increase in their length, അയാളുടെ ചേഞ്ച് ഇൻ ലെങ്ത്തിന്റെ റേഷ്യോ ആണ് ക്വസ്റ്റ്യൻ. അപ്പം ആ റേഷ്യോ ഒന്ന് എഴുതി വെച്ചേക്കണേ, കൺഫ്യൂഷൻ ആയിപ്പോൾ. ലെങ്ത്തിന്റെ റേഷ്യോ ആരൊക്കെ തമ്മിലാണ് നോക്കണം? സ്റ്റീലും ബ്രാസും ആണ്. അപ്പോൾ ആദ്യം സ്റ്റീല് ദെൻ ബ്രാസ് ആണ്. അപ്പോൾ ലെങ്ത് റേഷ്യോ ഓഫ് സ്റ്റീൽ ടു ബ്രാസ് റേഷ്യോ A ആണ് അല്ലെ. അപ്പോൾ LS/LB = A ആണ്. റേഡിയസ് റേഷ്യോ B ആണ്. അപ്പം RS / RB = B ആണ്. ശരിയല്ലേ? ആൻഡ് ഫൈനലി യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ YS / Y brass is equal to C തന്നിട്ടുണ്ട്. നമുക്ക് ചേഞ്ച് ഇൻ ഇലോങ്ങേഷൻ റേഷ്യോ ആണ് വേണ്ടത് അല്ലേ. ഇലോങ്ങേഷന്റെ റേഷ്യോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ΔLന്റെ ഇക്വേഷൻ നിങ്ങൾ ഓർത്താൽ അത് F × ഒറിജിനൽ ലെങ്ത് ഡിവൈഡഡ് ബൈ A × Y, ഏരിയ × യങ്സ് മോഡുലസ്. ഇക്വേഷനൊക്കെ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഇക്വേഷനാണ്. അപ്പോൾ റേഷ്യോ എടുത്താൽ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് സ്റ്റീൽ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ബ്രാസ് ഇസ് ഈക്വൽ ടു എഫിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഫോഴ്സ് ഓൺ സ്റ്റീൽ ഡിവൈഡഡ് ബൈ ഫോഴ്സ് ഓൺ ബ്രാസ്. ഒറിജിനൽ ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ എന്ത് പറയാം? L സ്റ്റീൽ ബൈ L ബ്രാസ്. ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഏരിയ ഓഫ് ദ ബ്രാസ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ സ്റ്റീൽ ഇൻവേഴ്സ് ആവും. ആൻഡ് ഓൾസോ Y യങ്സ് മോഡുലസ് ഇൻവേഴ്സ് ആണ്. അപ്പം യങ്സ് മോഡുലസ് ഓഫ് B ബൈ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ വരും. ഇത്രയുള്ള കാര്യം. അത് നമുക്ക് ഡയറക്ട്ലി ഏരിയയുടെ കേസ് എടുത്താൽ ഏരിയ πr². അപ്പൊ ഏരിയനെ മാറ്റി ഡയറക്ട്ലി വേണമെങ്കിൽ ബ്രാസും എസിനും പകരം ഏരിയനെ റേഡിയസിന്റെ ടേമിലേക്ക് ആക്കണം. തന്നിരിക്കുന്ന റേഡിയസിന്റെ ടേം ആണ്. അപ്പൊ ഏരിയക്ക് ഇൻവേഴ്സ്ഡ് ആയതുകൊണ്ട് ഇവിടെ റേഡിയസ് ഓഫ് B ആൻഡ് ഇവിടെ റേഡിയസ് ഓഫ് S. പക്ഷെ അയാളുടെ സ്ക്വയർ വരും, സ്ക്വയർ സ്ക്വയർ. ഇത്രേ ഉള്ളൂ. ഇനി ഫോഴ്സ് നോക്കിയാൽ മതി. ഫോഴ്സ് നോക്കാണെന്ന് കൂടുതൽ നമ്മളോട് പറയണ്ടല്ലോ, നമുക്ക് അറിയാമല്ലോ. ഇയാളുടെ താഴേക്ക് 2mg ആക്ട് ചെയ്യും. ശരിയല്ലേ? ഇയാളുടെ താഴേക്ക് mg ആക്ട് ചെയ്യും. ഇപ്പൊ ബ്രാസിൽ ആക്ട് ചെയ്യുന്ന ടെൻഷണൽ ഫോഴ്സിന്റെ എമൗണ്ട് ആരായിരിക്കും? ഈ പറയുന്ന 2mg ആയിരിക്കും. ശരിയല്ലേ? പക്ഷെ സ്റ്റീൽ ആക്ട് ചെയ്യുന്ന ടെൻഷണൽ ഫോഴ്സിന്റെ വാല്യൂ ഈക്വൽ ടു ആരാ? ഇവിടുത്തെ mg പ്ലസ് ഇവിടുത്തെ 2mg കൂടി 3mg ഫോഴ്സ് ആക്ട് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ ഫോഴ്സ് കിട്ടി, കൊടുത്താൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു ആരാണ്? സ്റ്റീലിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 3mg ആണ്. അപ്പൊ 3mg ഡിവൈഡഡ് ബൈ ബ്രാസിന് 2mg. ശരിയല്ലേ? LS/LB റേഷ്യോ A ആണ്. RB/RSന്റെ സ്ക്വയർ, അപ്പൊ ഇയാളുടെ റെസിപ്രോക്കലിന്റെ സ്ക്വയർ ആണ്. ശരിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യണം? /B² ആവും അല്ലെ. /B². മറ്റേത് Y 1/C. mg ക്യാൻസൽ ആവും. അപ്പൊ 3a ഡിവൈഡഡ് ബൈ 2b²c. 3a ഡിവൈഡഡ് ബൈ 2b²c. അപ്പൊ നമ്മുടെ ആൻസർ സെക്കൻഡ് ഓപ്ഷൻ ആണ് അല്ലേ. 16th കൊണ്ട് ആൻസർ സെക്കൻഡ് ഓപ്ഷൻ വരും. യെസ് സെക്കൻഡ് ഓപ്ഷൻ എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. യെസ് ഗുഡ്. സെക്കൻഡ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരും. ഓക്കെ ഫൈൻ.
Next one is 17th. Simple question ആണ്, theoretical question ആണ് അല്ലേ. Which of the following statement are wrong? ശ്രദ്ധിച്ചോളണം. Which of the following statement are wrong എന്നാണ്, ഏതാണ് തെറ്റെന്നാണ്. Young's modulus for a perfectly rigid body is 0. Young's modulus of a perfectly rigid body is 0. ആയത് തന്നെ തെറ്റല്ലേ. Young's modulus of a perfectly rigid body 0 അല്ല. Perfectly rigid ബോഡിയുടെ കേസിൽ ഇൻഫിനിറ്റ് ആണ് ആര്, യങ്സ് മോഡുലസിന്റെ വാല്യൂ. ഫസ്റ്റ് വൺ തന്നെ തെറ്റായി, അപ്പോൾ അത് തിയററ്റിക്കൽ ഓർത്ത് വെച്ചേക്കണം. നെക്സ്റ്റ്, ബൾക്ക് മോഡുലസ് ഈസ് റിലവൻറ്റ് ഫോർ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അത് നമ്മൾ ഇപ്പോൾ തന്നെ ഓർത്ത് വെച്ചേക്കണം. യങ്സ് മോഡുലസും റിജിഡിറ്റി മോഡുലസും ആർക്ക് മാത്രമേ ഉള്ളൂ, സോളിഡ്സിന് മാത്രമേ റിലവൻ്റ് ആയിട്ടുള്ളൂ. പക്ഷേ ബൾക്ക് മോഡുലസ് സോളിഡ്സിനും ഉണ്ട്, ലിക്വിഡ്സിനും ഉണ്ട്, ഗ്യാസിനും ഉണ്ട്. അതിൻ്റെ ഓർഡറും കൂടി മനസ്സിൽ വെച്ചേക്കുക. ഏറ്റവും കൂടുതൽ ബൾക്ക് മോഡുലസ് സോളിഡിനാണ്, പിന്നെ ലിക്വിഡിനാണ്, ഏറ്റവും കുറവ് ഗ്യാസിനാണ്. ആ ഓർഡർ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. യെസ്, അപ്പോൾ ബൾക്ക് മോഡുലസ് ഈസ് റിലവൻറ്റ് ഫോർ സോളിഡ്സ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അപ്പോൾ തന്നെ ആർക്കാം ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. റബ്ബർ ഈസ് ലെസ് ഇലാസ്റ്റിക് ദാൻ സ്റ്റീൽ. യെസ്, റബ്ബർ ഈസ് ലെസ് ഇലാസ്റ്റിക്. ശരിയാണോ? അയ്യോ, റബ്ബറൊക്കെ വലിച്ചാൽ കൂടുതൽ വലിയുന്നില്ലേ, അതുകൊണ്ട് മോർ ഇലാസ്റ്റിക് അല്ലേ എന്ന് ചിന്തിക്കരുത്. ഫിസിക്സ് ആണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ. നമുക്കറിയാം ചേഞ്ച് ഇൻ ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്താണ്? എഫ് ഇൻറ്റു ഒറിജിനൽ ലെങ്ത് ഡിവൈഡഡ് ബൈ എ ഇൻറ്റു വൈ ആണ്. ഞാൻ ഒരേ ലെങ്ത്തിലുള്ള സ്റ്റീലും റബ്ബറും ഒരേ ലെങ്ത് എടുത്തു, ഒരേ ഏരിയ ക്രോസ് സെക്ഷനും എടുത്തു. അപ്പോൾ രണ്ടിൻ്റെയും ഏരിയ ക്രോസ് സെക്ഷനും ലെങ്ത്തും സെയിം ആണ്. എന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്നാ, അപ്പോൾ എല്ലും എയും സെയിം ആയി. രണ്ടുപേരെയും ഒരേ ഫോഴ്സിൽ ഞാൻ വലിക്കുവാണ്. ഒരേ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അയാളെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എഫ് സെയിം കൊടുത്തു, ഒരേ ലെങ്ത്തുള്ള റബ്ബറും സ്റ്റീലുമാണ്, ഏരിയയും സെയിം ആണെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു യങ്സ് മോഡുലസ് ആവും. അപ്പോൾ ഒരേ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചേഞ്ച് ഇൻ ലെങ്ത് ആർക്കാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, റബ്ബറിനല്ലേ. റബ്ബറാണ് ഏറ്റവും കൂടുതൽ ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാവുക, ഏറ്റവും കൂടുതൽ ഇലോങ്ങേഷൻ നടക്കുന്ന റബ്ബറിനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചേഞ്ച് ഇൻ ലെങ്ത് നടക്കുന്ന ആൾക്ക് യങ്സ് മോഡുലസ് കുറവാണ്. ഏറ്റവും കൂടുതൽ ചേഞ്ച് ഇൻ ലെങ്ത് നടക്കുന്ന ആൾക്ക് യങ്സ് മോഡുലസ് കുറവാണ്. യങ്സ് മോഡുലസ് കുറവ് ആർക്കാണ്? ഈ പറയുന്ന റബ്ബറിനാണ്. യങ്സ് മോഡുലസ് കുറയുന്നു എന്ന് വെച്ചാൽ ഇലാസ്റ്റിസിറ്റി കുറയുന്നു എന്നാണ്. അപ്പം റബ്ബറിന് കുറവാണ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. റബ്ബർ ഈസ് ലെസ് ഇലാസ്റ്റിക് ദാൻ സ്റ്റീൽ. ആൻഡ് the Young's modulus and shear modulus means rigidity modulus are relevant for solids. ശരിയല്ലേ? യങ്സ് മോഡുലസും റിജിഡിറ്റി മോഡുലസും സോളിഡ്സിന് മാത്രമാണ്. അപ്പോൾ അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 1 ആണ് ആൻസർ. ഫൈൻ. യെസ്, എല്ലാവരും 1 തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഫൈൻ, ഗുഡ്. നെക്സ്റ്റ് വൺ. യെസ്, 18th. A capillary tube of radius r is immersed in water and rises into a height h, capital H. Mass of water in capillary tube is m. നമുക്ക് നോക്കാം. ഒരു കാപ്പിലറി ട്യൂബിൻ്റെ കൺസെപ്റ്റ് ആണ്. ഒരു കാപ്പിലറി ട്യൂബ് എടുത്തിട്ടുണ്ട് ഇനീഷ്യലി. ഇതാണ് കാപ്പിലറി ട്യൂബ് എന്ന് വിചാരിക്കുക. അത് വാട്ടറിൽ വെച്ചിട്ടുണ്ട്. വാട്ടറിൽ വെച്ചിരിക്കുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ അതിൽ വാട്ടർ റൈസ് ചെയ്യും അല്ലേ. ആ ഹൈറ്റ് അവർ പറയുന്നുണ്ട് ആരാ? എച്ച് ആണ്. അപ്പോൾ എച്ച് ഹൈറ്റ് വരെ വാട്ടർ റൈസ് ചെയ്തു. ആ സമയത്ത് ഇയാളുടെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. ആ സമയത്ത് അതിലുള്ള മാസ് എം ആണ്. അപ്പോൾ അതിലുള്ള മാസ് ആരാന്ന് ചോദിച്ചാൽ അപ്പം നമുക്കറിയാം മാസ് ഇസ് ഈക്വൽ ടു ഈ കാപ്പിലറി ട്യൂബിന്റെ ഏരിയ ഇൻറ്റു മാസ് ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു അയാളുടെ ഹൈറ്റ് എച്ച്. അപ്പോൾ ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോൾ ആരായി? വോളിയമായി. ഏരിയ ഇൻറ്റു ഹൈറ്റ് ആരായി? വോളിയമായി. ആ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ശരിയാണോ? വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഇപ്പോൾ മാസ് കിട്ടി. അതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് പറയുന്നത് ഇഫ് ദ റേഡിയസ് ഓഫ് ദ ട്യൂബ് ഈസ് ഡബിൾഡ് ആൻഡ് മാസ് ഓഫ് വാട്ടർ ദാറ്റ് വിൽ റൈസ് ഇൻ കാപ്പിലറി ട്യൂബ് ഈസ്. സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസിൽ ഇതാണ് സെക്കൻഡ് കേസ് ഞാൻ ഇവിടെ വരക്കുന്നുണ്ട്. റേഡിയസ് ഡബിൾ ചെയ്തു അല്ലേ. റേഡിയസ് ഡബിൾ ചെയ്തു. അപ്പോൾ 2r ആയി റേഡിയസ്. ആ സമയത്ത് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ മാത്രമേ ലിക്വിഡ് റൈസ് ചെയ്യുന്നുള്ളൂ. ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ ലിക്വിഡ് റൈസ് ചെയ്തു. ഹൈറ്റ് നമുക്ക് അറിയില്ല. ഞാൻ ആ ഹൈറ്റിനെ തൽക്കാലം എച്ച് ഡാഷ് എന്ന് വിളിച്ചു. ഏത് ഹൈറ്റ് ആണെന്ന് അറിയില്ല, എച്ച് ഡാഷ് എന്ന് വിളിച്ചു. എങ്കിൽ അവിടുത്തെ മാസ് ആരാന്നാണ്. അപ്പോൾ അവിടുത്തെ മാസ് ഞാൻ എം ഡാഷ് എന്ന് വിളിച്ചാൽ അത് അവിടുത്തെ എച്ച് ഡാഷ് ഇൻറ്റു 2r ഏരിയ വരും അല്ലേ. അപ്പോൾ ഏരിയ തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ഏരിയക്ക് തൽക്കാലം എ ഡാഷ് കൊടുക്കുക. എ ഡാഷ് ഇൻറ്റു ആൻഡ് അവിടുത്തെ ഡെൻസിറ്റി റോ എന്ന് വരും. ഫൈൻ. അതാണ് കണ്ടീഷൻസ്. അപ്പോൾ കണ്ടീഷൻസ് ആയി. ഇത് നമുക്ക് ഇവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ ആൻസർ കൊടുക്കാൻ വേണ്ടി പറ്റും. അതിന് നമുക്കറിയാം
capitalized equation h is equal to 2s cos theta divided by r rho g ആണ്. ഇവിടെ r rho g എഴുതുമ്പോൾ ശ്രദ്ധിച്ചോളണം. s സർഫസ് ടെൻഷൻ ആണ്, തീറ്റ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ്, r റേഡിയസ് ഓഫ് ദി കാപ്പിലറി ട്യൂബ് ആണ്. റേഡിയസ് ഓഫ് ദ കാപ്പിലറി ട്യൂബ് ആണ്, റേഡിയസ് ഓഫ് ദ മെനിസ്കസ് അല്ല. ഇവിടെ സ്മോൾ ആർ എഴുതണം, ഇവിടെ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്യാപിറ്റൽ ആർ എഴുതിയെന്നേ ഉള്ളൂ. ആൻഡ് റോ ജി, റോ ഡെൻസിറ്റി, ആൻഡ് ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇവിടെ രണ്ട് കേസിലും എസ് കോൺസ്റ്റന്റ്, തീറ്റ കോൺസ്റ്റന്റ്, ജി കോൺസ്റ്റന്റ്, റോ കോൺസ്റ്റന്റ് എങ്കിൽ എച്ച് പ്രൊപ്പോർഷണൽ ടു 1/r ആണ്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ സെക്കൻഡ് കേസിലുള്ള ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഫസ്റ്റ് കേസിലുള്ള ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഇൻവേഴ്സ് ആണ്. ഫസ്റ്റ് കേസിലുള്ള റേഡിയസ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് കേസിലുള്ള റേഡിയസ് അത് 1/2. ഇപ്പൊ സെക്കൻഡ് കേസിലുള്ള ഹൈറ്റ് h/2. ഇപ്പൊ സെക്കൻഡ് കേസിലുള്ള ഹൈറ്റ് കിട്ടി, അത് h/2. ഒക്കെ ഫൈൻ. അങ്ങനെയെങ്കിൽ സെക്കൻഡ് കേസ് നോക്കിക്കേ. സെക്കൻഡ് കേസ് നോക്കിയാൽ എം ഡാഷ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എച്ച് ഡാഷിന് പകരം എന്ത് കൊടുക്കാം? h/2 കൊടുക്കാം. അപ്പൊ h/2 ഇൻറ്റു ഏരിയ ആരാണ്? പൈ ഇൻറ്റു ആർ സ്ക്വയർ, 2r ദ സ്ക്വയർ വരും അല്ലെ, 2r ദ സ്ക്വയർ ഇൻറ്റു റോ. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ഈക്വൽ നോക്കിക്കോളുക. ദാറ്റ്സ് ഈക്വൽ ടു h/2 ഇൻറ്റു 4πr സ്ക്വയർ ഇൻറ്റു റോ വരും. ദാറ്റ്സ് ഈക്വൽ ടു 4/2 2ha റോ. ശരിയാണോ? 2ha റോ. കാരണം പൈ ആർ സ്ക്വയർ ആദ്യത്തെ ഏരിയ ആണ്. അപ്പൊ ഈ ha റോ ആദ്യത്തെ മാസാണ്, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ സെക്കൻഡ് കേസിലുള്ള മാസ് ഇസ് ഈക്വൽ ടു 2 ടൈംസ് ഇനീഷ്യലി ഉള്ള മാസാണ്. ഇപ്പൊ റേഡിയസ് ഡബിൾ ചെയ്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് മാസ് എന്ത് ചെയ്തു? ഡബിൾ ആയി. ആൻസർ ഡബിൾ ആയി. ദാറ്റ്സ് ഈക്വൽ ടു ഫോർത്ത് ഓപ്ഷൻ ആണ് 2m എന്ന് വരും. ശരിയാണോ? യെസ്, ഫൈൻ. യെസ്, എല്ലാവരും ഫോർത്ത് ഓപ്ഷൻ തന്നെയാണ് പറഞ്ഞേക്കണത്. ഗുഡ്, കൊള്ളാം. നെക്സ്റ്റ് വൺ. യെസ്, as a bubble comes from the bottom of a lake to the top, its radius. Simple ആയി. കാരണം നമുക്കറിയാം ഒരു വാട്ടർ സർഫസ് ഉണ്ട്, ഒരു ബബിളിന്റെ കേസാണ്. ഏറ്റവും താഴെ ഒരു ബബിൾ ഉണ്ട്, ശരിയല്ലേ? ബബിൾ ഉണ്ട്, അയാൾ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ മുകളിലേക്ക് വരുമ്പോൾ അയാളുടെ റേഡിയസ് എന്ത് സംഭവിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഡയഗ്രാം കാണുന്നതിന് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? എന്ത് ചെയ്യും? നമുക്കറിയാം ഇവിടുത്തെ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷർ മാത്രമാണ്. കാരണം താഴെ മൊത്തം ലിക്വിഡ് ഉണ്ടെന്ന് വിചാരിക്കുക, ലേക്ക് വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ മാത്രമാണ്. പക്ഷെ ഏറ്റവും താഴെ അയാളുടെ ഡെപ്ത് h ആണെങ്കിൽ, h ഡെപ്തിലാണ് ഇനീഷ്യൽ ആ ബബിൾ ഉള്ളതെങ്കിൽ ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന ഔട്ട്സൈഡ് പ്രഷർ ഇസ് ഈക്വൽ ടു P0 പ്ലസ് അതിന് കൂടെ ഇത്രയും ഹൈറ്റിലുള്ള ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും കൂടി വരണ്ടേ? അങ്ങനെയാണെങ്കിൽ അതാരാണ്? h റോ g. ഇതാണ് അവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ. ഇവിടുത്തെ പ്രഷർ P0 പ്ലസ് h റോ ജി. മുകളിലേക്ക് വരുമ്പോൾ പ്രഷർ P0, പ്രഷർ ഡിക്രീസസ്. ഓർത്ത് വെച്ചേക്കണം, മുകളിലേക്ക് വരുമ്പോൾ പ്രഷർ ഡിക്രീസസ് ആണ്, പ്രഷർ ഡിക്രീസസ്. ഇത്തരം ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഐസോതെർമൽ പ്രോസസിന്റെ കൺസെപ്റ്റ് എടുക്കുമ്പോൾ PV is equal to കോൺസ്റ്റന്റ് എന്നാണ് ഇത്തരം കേസുകൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ പ്രഷർ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടണം? വോളിയം കൂടണം. കാരണം മുകളിലേക്ക് വരുമ്പോൾ പ്രഷർ കുറയുന്നു, വോളിയം കൂടണം. വോളിയം കൂടണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആര് കൂടണം? റേഡിയസ് കൂടണം. റേഡിയസ് കൂടുന്നു പറയുമ്പോൾ സൈസ് എന്ത് ചെയ്യണം? കൂടണം. ദ ആൻസർ ഇസ് ബിക്കം ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ഇൻക്രീസസ് എന്ന് വരും. ശരിയല്ലേ? യെസ്, ഫൈൻ. യെസ്, എല്ലാവരും വണ്ട് തന്നെയാണ് ആൻസർ പറയുന്നത്. ഇൻക്രീസസ്. ഫൈൻ. നെക്സ്റ്റ് വൺ. S20. If L is the length of the capillary containing water, where the tube is inclined at an angle theta from the vertical, then the effective height is. അത് നമ്മൾ പറയുന്ന കാപ്പിലറി ട്യൂബിന്റെ ഒരു കൺസെപ്റ്റ് ആണ്. നമുക്കറിയാം ഇതാണ് ലിക്വിഡ് സർഫസ് എന്ന് വിചാരിക്കുക. ഇവിടെ ലിക്വിഡ് സർഫസ് ആണ് വിചാരിക്കുക. അവിടെ ഒരു കാപ്പിലറി ട്യൂബിന്റെ കൺസെപ്റ്റ് ആണ്. ഹിയർ ഇറ്റ് ഈസ് ദ കാപ്പിലറി ട്യൂബ്. ഇനീഷ്യലി ഞാൻ ഇങ്ങനെയാണ് ഒരു കാപ്പിലറി ട്യൂബ് പ്ലേസ് ചെയ്യുന്നത് വിചാരിക്കുക. ഇങ്ങനെയാണ് ഇനീഷ്യലി കാപ്പിലറി ട്യൂബ്. അപ്പൊ കാപ്പിലറി ട്യൂബിന്റെ കൺസെപ്റ്റിൽ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ ലിക്വിഡ് എന്ത് ചെയ്യും? റൈസ് ചെയ്യും. ഈ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ ലിക്വിഡ് റൈസ് ചെയ്യുമെന്ന് വിചാരിക്കുക. ഫൈൻ. സെക്കൻഡ് കേസിൽ അതേ കാപ്പിലറി ട്യൂബിനെ ഞാൻ ഒരു ഇൻക്ലൈൻഡ് ആംഗിളിൽ കെപ്റ്റ് ചെയ്താൽ, ഇങ്ങനെയാണ് അതേ കാപ്പിലറി ട്യൂബിനെ ഞാൻ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അവിടെയും കാപ്പിലറി ട്യൂബിലൂടെ ആര് റൈസ് ചെയ്യും? ഈ പറയുന്ന ലിക്വിഡ് റൈസ് ചെയ്യും. അപ്പൊ ആ ഒരു ഹൈറ്റ് വരെ ലിക്വിഡ് റൈസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആ സമയത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് ശ്രദ്ധിച്ചേ,
ഇൻക്ലൈൻ അറ്റ് ആൻ ആംഗിൾ തീറ്റ ഫ്രം ദ വെർട്ടിക്കൽ എന്നാണ്. അപ്പൊ ഇവിടെ ഈ ആംഗിൾ ആണ് അവർ തീറ്റ എന്ന് കൺസിഡർ ചെയ്തേക്കണം. അപ്പൊ ഇവിടെ ഞാൻ താഴേക്ക് നോർമൽ വരച്ചാൽ ഈ തീറ്റ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയാണ് ആംഗിൾ തീറ്റ, ശരിയല്ലേ? ആ സമയത്ത് എഫക്റ്റീവ് ലെങ്ത് ആണ് അവർ പറഞ്ഞേക്കണ ആര്, എൽ എന്ന് പറയുന്ന എഫക്റ്റീവ് ലെങ്ത് എവിടെയാണെന്ന് ശ്രദ്ധിച്ചോളണം. കാപ്പിലറി കണ്ടെയ്നിങ് വാട്ടർ വെൻ ദ ട്യൂബ് ഈസ് ഇൻക്ലൈൻഡ്. ആ സമയത്ത് ഇതിലൂടെയുള്ള ലെങ്ത് ആണ് അവർ പറഞ്ഞിരിക്കുന്ന എൽ. അത് ശ്രദ്ധിച്ചോളണം. ഈ എൽ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് സർഫസിലൂടെ ലെങ്ത് ആണ് എൽ. നമുക്ക് വേണ്ട അതല്ല, ഇഫക്റ്റീവ് ഹൈറ്റ് ആണ്. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു എക്സ്ട്രാ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഈ ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ പർട്ടിക്കുലർ കാപ്പിലറി ട്യൂബ് വെർട്ടിക്കലി പ്ലേസ് ചെയ്യുമ്പോൾ ഏത് ഹൈറ്റ് വരെയാണോ അയാളുടെ ലിക്വിഡ് റൈസ് ചെയ്ത്, ഞാൻ തൽക്കാലം അയാളെ എച്ച് എന്ന് വിളിച്ചാൽ, ഇൻക്ലൈൻഡ് ആയിട്ട് വെക്കുമ്പോഴും ആ കാപ്പിലറി ട്യൂബിലുള്ള വെർട്ടിക്കൽ ഹൈറ്റ് സെയിം ആയിരിക്കും. വെർട്ടിക്കൽ ഹൈറ്റ് സെയിം ആയിരിക്കും. അപ്പൊ വെർട്ടിക്കൽ ഹൈറ്റ് ആരാണ്? ഇതാണ് വെർട്ടിക്കൽ ഹൈറ്റ് അപ് ടു ഹിയർ. ആ വെർട്ടിക്കൽ ഹൈറ്റ് അവിടെ ആര് തന്നെ ആയിരിക്കും? എച്ച് തന്നെ ആയിരിക്കും. ആ വെർട്ടിക്കൽ ഹൈറ്റ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ഹൈറ്റ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. വെർട്ടിക്കൽ ഹൈറ്റ് എച്ച് ആണെങ്കിൽ ആ എച്ച് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. എച്ച് എത്രയാ? ഇത് L ആണ്, ഇത് തീറ്റയാണ്, ഇത് അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പൊ എന്ത് വരും? L ബൈ കോസ് തീറ്റ. ശരിയാണോ പറഞ്ഞത്? അറിയാം, കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ L വരും, ശരിയല്ലേ? അപ്പൊ ഇതാണ് തീറ്റ, ശ്രദ്ധിച്ചോളണം. ഫൈൻ, നോക്കാം. ഇതാണ് തീറ്റ. അപ്പൊ കോസ് തീറ്റ എടുത്താൽ ദാറ്റ്സ് ഈക്വൽ ടു അഡ്ജസന്റ് എച്ച് ഡിവൈഡഡ് ബൈ L വരും. ഓക്കെ ഫൈൻ, എച്ച് ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ എച്ച് ഇസ് ഈക്വൽ ടു L കോസ് തീറ്റ. മാറിപ്പോയിട്ടുണ്ട്, ശ്രദ്ധിക്കണം. വെർട്ടിക്കൽ ഹൈറ്റ് ആണ് ക്വസ്റ്റ്യൻ. ഇതാണ് ആംഗിൾ തീറ്റ. ഹൊറിസോണ്ടൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ അല്ല. ഹൊറിസോണ്ടൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണെങ്കിൽ L ബൈ കോസ് തീറ്റ വരും. ഇവിടെ വെർട്ടിക്കലി ഉള്ള ആംഗിൾ ആണ് തീറ്റ എങ്കിൽ ഈ അഡ്ജസന്റ് സൈഡ് ഇസ് ഈക്വൽ ടു ആരാണ്? L കോസ് തീറ്റയാണ്. അപ്പൊ ആൻസർ ഈസ് L കോസ് തീറ്റ എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ വരും. ഫൈൻ, ദാറ്റ്സ് ഇറ്റ്. യെസ്, പലർക്കും പല ആൻസർ ഉണ്ട്, പക്ഷെ ആ ഫോർത്ത് വൺ വരികയല്ല. ഞാനത് ശ്രദ്ധിച്ചില്ല. കാരണം ഹൊറിസോണ്ടലി മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ മാത്രമേ അവിടെ ഇത് L ബൈ കോസ് തീറ്റ വരത്തുള്ളൂ. ഇത് വെർട്ടിക്കലി മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. അതുകൊണ്ട് ആൻസർ ഈസ് L കോസ് തീറ്റ. നെക്സ്റ്റ് വൺ, S21. A capillary tube of radius r is dipped inside a liquid of density rho. The liquid rises to a height h. Which of the following remains a constant എന്നാണ്. കാപ്പിലറൈസിന്റെ ഇക്വേഷൻ നോക്കിയാൽ മതി അല്ലേ? H is equal to ആരാണ്? 2s cos theta divided by r rho g. ഇതാണ് ഇക്വേഷൻ, r rho g. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. R അയാളുടെ റേഡിയസ്, ഇവിടെ പറയുന്നത് കാപ്പിലറി ട്യൂബ് ഓഫ് റേഡിയസ് R ആണ്. നമുക്കറിയാം ഇവിടെ എസ് ഒക്കെ ഫൈൻ, തീറ്റ ഒരു ഗിവൺ ലിക്വിഡിൽ കോൺസ്റ്റന്റ് ആണ്, ജി ഡെൻസിറ്റി ഒക്കെ കോൺസ്റ്റന്റ് ആയി. എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ ട്യൂബ് മാറുമ്പോൾ ട്യൂബിന്റെ റേഡിയസ് മാറുന്നു, എസ് മാറോ? ഇല്ല, അത് ലിക്വിഡ് ഡിപെൻഡന്റ് ആണ്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് മാറോ? മാറത്തില്ല. ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡും ജിയും മാറത്തില്ല. അപ്പൊ റേഡിയസ് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാറുന്ന ക്വാണ്ടിറ്റി ഇവിടുത്തെ എച്ച് ആയിരിക്കും. അങ്ങനെയൊക്കെ ഇവിടെ എച്ച് ആർ ഇസ് ഈക്വൽ ടു 2s cos theta ഡിവൈഡഡ് ബൈ റോ ജി എന്ന് എഴുതാം അല്ലെ? ഒരു കാപ്പിലറി ട്യൂബ് മാറുമ്പോൾ ഈ ഒരാളും മാറത്തില്ല എന്ന് പറയുമ്പോൾ എച്ച് ആർ ആണ് കോൺസ്റ്റന്റ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആറ് കൂടുമ്പോൾ എച്ച് കുറയും. പക്ഷെ എച്ച് ഇൻറ്റു ആർ ഇസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് ഒക്കെ മാറുമ്പോൾ അയാളുടെ ഹൈറ്റ് ആണ് മാറിക്കൊണ്ടിരിക്കുക. ആൻസർ ഈസ് ഓപ്ഷൻ 1, എച്ച് ആർ ഇസ് എ കോൺസ്റ്റന്റ്. ശരിയല്ലേ? യെസ്, എല്ലാവരും ഓപ്ഷൻ 1 തന്നെയാണ് പറയുന്നത്. അപ്പൊ എച്ച് ആർ ഇസ് എ കോൺസ്റ്റന്റ്. Next one is 22nd. A body floats with 1/3 of its volume outside water and 3/4 of its volume outside another liquid. The density of another liquid is, രണ്ടാമത്തെ ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ തന്നെ മനസ്സിലാകുന്ന കാര്യം ബോഡി ഫ്ലോട്ട്സ്. നിങ്ങളെപ്പറ്റി ഓർത്ത് വെക്കേണ്ട കാര്യം അതാണ്, ബോഡി ഫ്ലോട്ട്സ്. ബോഡി ഫ്ലോട്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരേണ്ട അടുത്ത കൺസെപ്റ്റ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ശരിയല്ലേ? എന്താ ബോഡി ഫ്ലോട്ട്സിന്റെ കണ്ടീഷൻ? ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിന്റെ കൺസെപ്റ്റ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നമുക്കറിയാം, ഒരു ബോഡി ഒരു ലിക്വിഡിൽ പാർഷ്യലി ഓർ ഫുള്ളി ഇമേഴ്സ് ചെയ്യുന്ന സമയത്ത് ആ ബോഡിക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ ആ ബോഡിക്ക് ഉണ്ടാകുന്ന വെയിറ്റ് ലോസ് അതിൽ ആക്ട് ചെയ്യുന്ന അപ്ത്രസ്റ്റ് ഫോഴ്സിന് ഈക്വൽ എന്നാണ്. ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന വെയിറ്റ് ലോസ് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന അപ്ത്രസ്റ്റിനോട് ഈക്വൽ എന്ന് പറയുമ്പോൾ അത് ആർക്ക് ഈക്വൽ ആണ്? ആ ബോഡി കാരണം ഡിസ്പ്ലേസ് ചെയ്യുന്ന ലിക്വിഡിന്റെ വെയിറ്റിനോട് ഈക്വൽ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഫ്ലോട്ടിംഗ് കണ്ടീഷൻ നമ്മൾ ഓർക്കേണ്ട കാര്യം മാത്രം ഇവിടെ ചിന്തിച്ചാൽ മതി. ഫ്ലോട്ടിംഗ് കണ്ടീഷനിൽ വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു ആരാണ്? വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു അപ്ത്രസ്റ്റ് ആണ്.
ആ ബോഡിയുടെ വെയിറ്റും അതിലാക്കുന്ന അപ്ത്രസ്റ്റ് ഈക്വൽ. അപ്പൊ ഏത് കണ്ടീഷനിലും ഫ്ലോട്ടിംഗ് എന്ന് കേട്ടാൽ നിങ്ങൾ ആദ്യം ഓർത്ത് വെക്കേണ്ട കാര്യം ഇതാണ്, വെയിറ്റ് ഈസ് ഈക്വൽ ടു അപ്ത്രസ്റ്റ് ആണ്. അപ്പൊ വെയിറ്റ് ഈസ് ഈക്വൽ ടു അപ്ത്രസ്റ്റ് ആണെങ്കിൽ നമുക്കറിയാം വെയിറ്റ് ഓഫ് ദ ബോഡി ആരാ? അപ്പൊ ഓർത്ത് വെക്കുക, വോളിയം ഓഫ് ദ ബോഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഇൻറ്റു ജി. ഇതാണ് അയാളുടെ വെയിറ്റ്. മാസ് ഇൻറ്റു ജി വരും, മാസ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ജി. കംപ്ലീറ്റ് ദ ബോഡി ഇൻസൈഡ് ദി ലിക്വിഡ് അല്ല. അപ്പൊ അപ്ത്രസ്റ്റ് ആരാണ്? വെയിറ്റ് ഓഫ് ദി ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. വെയിറ്റ് ഓഫ് ദി ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് കാണാൻ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ഓക്കെ, ജി ഓക്കെ, ഇനി വോളിയം വേണം. വോളിയം ഓഫ് ദി ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആരാ? ഒരു പെർട്ടിക്കുലർ ഈ ഒരു ഹൈറ്റ് വരെ ലിക്വിഡ് ഉണ്ടെങ്കിൽ അതിലൊരു ബോഡി വെക്കുമ്പോൾ ഡിസ്പ്ലേസ് ചെയ്ത വോളിയം ഓഫ് ലിക്വിഡ് ഇസ് ഈക്വൽ ടു ആരാണ്? എത്ര വോളിയം ഓഫ് ദ ബോഡി ആണോ ഇൻസൈഡ് ദി ലിക്വിഡ് അത്രയും വോളിയമാണ് ഡിസ്പ്ലേസ് ചെയ്തത്. അപ്പൊ അത്രയും വോളിയം എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് ദ ബോഡി ഇൻസൈഡ് ദി ലിക്വിഡ് ആണ്. വോളിയം ഓഫ് ദ ബോഡി, ബോഡിയുടെ എത്ര വോളിയമാണ് ലിക്വിഡിനകത്തുള്ളത് അത്രയുമാണ് എന്ത് ചെയ്യുക? ഡിസ്പ്ലേസ് ചെയ്യുക. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ സോൾവ് ചെയ്തെടുത്താൽ മനസ്സിലാകും. ജി ജി ക്യാൻസൽ ആകും. ഇൻസൈഡ് വോളിയം ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം റേഷ്യോ കൺസിഡർ ചെയ്താൽ അത് ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് എന്ന് വരും. അതവിടെ നിൽക്കട്ടെ. സിമിലർലി ഔട്ട്സൈഡ് കൺസിഡർ ചെയ്താൽ, വോളിയം ഔട്ട്സൈഡ് കൺസിഡർ ചെയ്താൽ അത് ടോട്ടൽ വോളിയം മൈനസ് വോളിയം ഇൻസൈഡ് അല്ലേ? ഈ സർഫസ് തന്നെ നോക്കിക്കേ, ടോട്ടൽ വോളിയത്തിൽ നിന്ന് ഇതിനകത്തുള്ള ഇൻസൈഡ് വോളിയം മൈനസ് ചെയ്താൽ ലിക്വിഡിന് പുറത്തുള്ള വോളിയം കിട്ടും. ശരിയല്ലേ പറഞ്ഞത്? അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ദ വി ഔട്ട് ഇസ് ഈക്വൽ ടു വി മൈനസ് വി ഇന്നിന് എനിക്ക് വി സിഗ്മ ബൈ റോ എന്ന് കൊടുക്കാം. അവിടെ വി പുറത്തെടുത്തിട്ട് അത് LHS കൊണ്ടുവന്നാൽ റേഷ്യോ ഔട്ട് വോളിയം ബൈ ടോട്ടൽ വോളിയം 1 മൈനസ് സിഗ്മ ബൈ റോ എന്ന് വരും. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഒരു ബോഡിയുടെ ലിക്വിഡിന് വെളിയിലുള്ള വോളിയത്തിന്റെ ടോട്ടൽ വോളിയത്തിന്റെ ഫ്രാക്ഷൻ ചോദിച്ചാൽ വി ഔട്ട് ബൈ വി ഇസ് ഈക്വൽ ടു 1 മൈനസ് സിഗ്മ ബൈ റോ കിട്ടി. ഇനി കണ്ടീഷൻസ് അപ്ലൈ ചെയ്താൽ മതി. എ ബോഡി ഫ്ലോട്ട്സ് വിത്ത് 1/3 ഓഫ് ഇറ്റ്സ് വോളിയം ഔട്ട്സൈഡ്. ഇപ്പൊ വി ഫസ്റ്റ് കേസ് ആണ്, ഞാൻ ഫസ്റ്റ് കേസ് എഴുതുവാണ്, ശ്രദ്ധിച്ചോളാം. ഫസ്റ്റ് കേസിൽ ഔട്ട്സൈഡ് വോളിയം റേഷ്യോ 1/3. ഇപ്പൊ 1/3 ഇസ് ഈക്വൽ ടു 1 മൈനസ് ഡെൻസിറ്റി ഓഫ് ദ ബോഡി അറിയില്ല, സിഗ്മ ബൈ എവിടെ ഇടുമ്പോഴാണ്? വാട്ടറിലാണ്. വാട്ടറിന്റെ ഡെൻസിറ്റി നമുക്ക് തൽക്കാലം CGS തന്നെ സോൾവ് ചെയ്താൽ മതി. CGS ആണെങ്കിൽ അയാൾക്ക് 1 കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് സിഗ്മ ഡെൻസിറ്റി ഓഫ് ദ ബോഡി എന്ത് വരും? ദാറ്റ്സ് ഈക്വൽ ടു 1 മൈനസ് 1/3 ദാറ്റ്സ് ഈക്വൽ ടു 2/3 എന്ന് വരും. ദാറ്റ്സ് ഇറ്റ്. അത് CGS-ലാണ് ഞാൻ ചെയ്യുന്നത്, ശ്രദ്ധിച്ചോളാം. 2/3 കിട്ടി. സെക്കൻഡ് കേസ് കൺസിഡർ ചെയ്യുമ്പോൾ, സെക്കൻഡ് കേസ് നോക്കിക്കേ, എന്താ സെക്കൻഡ് കേസ്? 3/4 ഓഫ് ഹിസ് വോളിയം ഔട്ട്സൈഡ് ഇൻ അനദർ ലിക്വിഡ് ആണ്. ഇപ്പൊ രണ്ടാമത്തെ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ വി ഔട്ട് ബൈ വി ഇസ് ഈക്വൽ ടു 3/4 ആണ്. അപ്പൊ 3/4 ഇസ് ഈക്വൽ ടു 1 മൈനസ് ഡെൻസിറ്റി ഓഫ് ദ ബോഡി നമ്മൾ ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട് 2/3. അപ്പൊ 2/3 ഡിവൈഡഡ് ബൈ ആരാണ്? രണ്ടാമത്തെ ലിക്വിഡിന്റെ ഡെൻസിറ്റി അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് നമുക്ക് തൽക്കാലം റോ തന്നെ കൊടുക്കാം. ഇത് സോൾവ് ചെയ്താൽ 2/3 റോ ഇസ് ഈക്വൽ ടു 1 മൈനസ് 3/4 ആണ്. അത് 1/4 വരും. അപ്പൊ നമുക്കറിയാം 3 റോ ഇസ് ഈക്വൽ ടു 8 ആണ്. അപ്പൊ റോ ഇസ് ഈക്വൽ ടു 8/3 എന്ന് വരും. 8/3 ഇതാണ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് വരിക. ശരിയല്ലേ? യെസ്. അപ്പൊ ഔട്ട്സൈഡ് അനദർ ലിക്വിഡ്, ദെൻ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഡയറക്ട്ലി കിട്ടി 8/3. ഇതേ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വാട്ട് ഇസ് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് എന്ന് ചോദിക്കും. രണ്ടാമത്തെ ലിക്വിഡിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി ചോദിക്കും. റിലേറ്റീവ് ഡെൻസിറ്റി ആരാണ്? ആ ലിക്വിഡ് ഡെൻസിറ്റിയെ വാട്ടറിന്റെ ഡെൻസിറ്റി ആയിട്ട് കമ്പയർ ചെയ്താൽ മാത്രം മതി. പക്ഷേ ഇവിടെ CGS ചെയ്തുകൊണ്ട് നമുക്കറിയാം റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എടുത്താൽ ദാറ്റ്സ് ഈക്വൽ ടു റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ആരാണ്? ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ 1 അല്ലേ CGS-ൽ? അപ്പൊ ഡെൻസിറ്റി ഓഫ് വാട്ടർ 1 ഒക്കെ CGS ആണ് ചെയ്യുന്നതെങ്കിൽ എന്താണോ ലിക്വിഡിന്റെ ഡെൻസിറ്റി അത് തന്നെയായിരിക്കും റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടാൽ അതിന്റെ ആൻസർ 8/3 തന്നെ ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. മനസ്സിലായോ? യെസ്, എല്ലാവരും ഓപ്ഷൻ 3 തന്നെയാണ് പറഞ്ഞേക്കണം. അപ്പൊ നമ്മുടെ ആൻസറും 3 തന്നെയാണ്. 8/3 ഇൻ CGS വരും. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ. യെസ്, 23. Figure shows 2 holes in a wide tank containing a liquid column. The water streams coming out of these holes strikes the ground at the same point. The height of liquid column in the tank is. Height of the liquid column in the tank കണ്ടുപിടിക്കണം. മനസ്സിലായോ? ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും 2 ഹോൾ എന്ന് വരുന്ന കേസിൽ ഒരേ
പോയിന്റിലാണ് ലിക്വിഡ് അല്ലെങ്കിൽ ഇൻസിഡന്റ് ചെയ്യുന്നതെങ്കിൽ ഈ രണ്ട് കേസിലും അയാൾ റേഞ്ച് സെയിം ആണ്. കൺസെപ്റ്റായി, റേഞ്ച് സെയിം ആണ്. ഏത് ഹൈറ്റ് വരെയാണ് ലിക്വിഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏത് ഹൈറ്റ് വരെ ലിക്വിഡ് എന്ന് ചോദിക്കുമ്പോൾ ലിക്വിഡിന്റെ ഹൈറ്റ് തൽക്കാലം ഞാൻ ക്യാപിറ്റൽ എച്ച് എന്ന് വിളിച്ചു. പറഞ്ഞു മനസ്സിലായോ? ഒരു ഹോൾ ഇവിടെയാണ്. നമുക്കറിയാം ലിക്വിഡിനെ സംബന്ധിച്ചിടത്തോളം അതിന് മുകളിൽ നിന്നുള്ള ലിക്വിഡിൽ നിന്ന് ഒരു ഹോളിലേക്കുള്ള കേസ് മാത്രം ഞാൻ കൺസിഡർ ചെയ്താൽ ഒരു ഹോളിലേക്കുള്ള ഡെപ്ത് ഞാൻ സ്മോൾ എച്ച് എന്ന് വിളിച്ചു. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ഹോളിലേക്കുള്ള ഡെപ്തിനെ ഞാൻ സ്മോൾ എച്ച് എന്ന് വിളിച്ചു. എങ്കിൽ ആ ഹോളിലേക്ക് ഗ്രൗണ്ടിൽ നിന്നുള്ള ബാക്കി ഡിസ്റ്റൻസ് എച്ച് മൈനസ് എച്ച് അല്ലേ? റിമൈനിങ് ഡിസ്റ്റൻസ് ഈസ് എച്ച് മൈനസ് എച്ച്. ഇപ്പൊ ടോട്ടൽ ലിക്വിഡ് കോളത്തിന്റെ ഹൈറ്റ് ക്യാപിറ്റൽ എച്ച്, ലിക്വിഡ് കോളത്തിൽ നിന്ന് ഒരു ഹോളിലേക്കുള്ള ഡെപ്ത് എച്ച്, ബാക്കി ഞാൻ എച്ച് മൈനസ് എച്ച് എന്ന് വിളിച്ചു. ഇനി ഞാൻ ജനറലി റേഞ്ചിന് ഒരു ഇക്വേഷൻ നിർമ്മിക്കാൻ വേണ്ടി മാത്രമാണ്. നമുക്കറിയാം റേഞ്ച് ഇസ് ഈക്വൽ ടു അവിടുത്തെ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്, ടൈം ടേക്കൺ. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഹോളിൽ നിന്ന് പുറത്ത് വരുന്ന കേസിൽ ഇവിടുന്ന് ലിക്വിഡ് വെളിയിലേക്ക് വരുമ്പോൾ അവിടുത്തെ വെലോസിറ്റി നമുക്കറിയാം √2g ഇൻറ്റു ആ ലിക്വിഡ് കോളത്തിന്റെ ഹൈറ്റ് എച്ച് എടുത്താൽ √2gh ആണ് വെലോസിറ്റി. അപ്പൊ അതാണ് അവിടുത്തെ വെലോസിറ്റി, ദാറ്റ് ഇസ് ux. ശരിയല്ലേ? ടൈം ഇന്റർവൽ ആരാണ്? ഇവിടുന്ന് എടുത്തിട്ട് ഇവിടെ എത്തുമ്പോഴേക്കുള്ള ഹൈറ്റ് ഡിഫറൻസ് എച്ച് മൈനസ് എച്ച് ആണെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ദാറ്റ് ഇസ് ഈക്വൽ √2gh ആണ്, 2h/g ആണ്. √2gh വെലോസിറ്റി ആണ്. ടൈം ഇന്റർവൽ √2gh അല്ല, 2h/g ആണ്. √2h ഹൈറ്റ് ആരാണ്? h മൈനസ് എച്ച്. ഇപ്പൊ 2 ഇൻറ്റു h മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ g √of ആണ്. ഇതാണ് ടൈം. ഇപ്പൊ വെലോസിറ്റിയും ടൈമും ടൈം ഓഫ് ഫ്ലൈറ്റും റേഞ്ചിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് റേഞ്ച് ഇസ് ഈക്വൽ ടു √2gh ഇൻറ്റു √2 ഇൻറ്റു h മൈനസ് എച്ച് ബൈ g എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി 2 ഇൻറ്റു 2 4 എനിക്ക് പുറത്തെടുത്താൽ r ഇസ് ഈക്വൽ ടു 4 പുറത്ത് വരുമ്പോൾ അഗെയിൻ റൂട്ടിന് വെളിയിൽ 2 ആയിട്ട് മാറും. അപ്പൊ 2 g ക്യാൻസൽ ആകും. ബാക്കി √h മൈനസ് എച്ച് ഇൻറ്റു എച്ച് വരും. ഇതാണ് റേഞ്ചിന്റെ ഇക്വേഷൻ. ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇതാണ് റേഞ്ചിന്റെ ഇക്വേഷൻ. ആ റേഞ്ചിന്റെ ഇക്വേഷനിൽ ക്യാപിറ്റൽ എച്ച് ആരാണ്? ലിക്വിഡ് കോളത്തിന്റെ ഹൈറ്റ് ആണ്. സ്മോൾ എച്ച് ആരാണ്? ടോപ്പിൽ നിന്ന് ആ ഹോളിലേക്കുള്ള ഡെപ്ത് ആണ്. ഇത് ഓർത്താൽ മതി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വാ. രണ്ടുപേരുടെ റേഞ്ച് സെയിം ആണ്. രണ്ടുപേരുടെയും റേഞ്ച് സെയിം ആണെങ്കിൽ ഫസ്റ്റ് വണ്ണിന്റെ റേഞ്ച് ഇസ് ഈക്വൽ ടു സെക്കൻഡ് വണ്ണിന്റെ റേഞ്ച് ആണ്. ഇനി ഫസ്റ്റ് വണ്ണിന്റെ റേഞ്ചിന്റെ ഇക്വേഷൻ നോക്കിക്കേ. 2 ഇൻറ്റു √of എച്ച് രണ്ടുപേർക്കും ക്യാപിറ്റൽ എച്ച് തന്നെയാണ്. പക്ഷേ ഒന്നാമത്തെ ഹോളിലേക്കുള്ള ഡെപ്തിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ ആണ്. -4 ഇൻറ്റു 4 വരും. ദാറ്റ്സ് ഈക്വൽ ടു അഗെയിൻ സെക്കൻഡ് കേസിൽ റേഞ്ച് കൊടുത്താൽ 2 √of അവിടെ എച്ച് ക്യാപിറ്റൽ എച്ച് തന്നെയാണ്, പക്ഷെ മൈനസ് ആ ഹോളിലേക്ക് മുകളിൽ നിന്നുള്ള ഡെപ്ത് 6 ആണ്. അപ്പൊ 6 ഇൻറ്റു 6 വരും. ശരിയല്ലേ? ഇൻറ്റു 6 2 ക്യാൻസൽ ആയി, റൂട്ടും ക്യാൻസൽ ആകും. ബാക്കി സോൾവ് ചെയ്താൽ h മൈനസ് 4 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു h മൈനസ് 6 ഇൻറ്റു 6 എന്ന് എഴുതിക്കൂടെ? ദാറ്റ് ഇസ് 4 ഇവിടെ 2 ടൈംസ് ആകും, ഇത് 3 ആകും. ദാറ്റ് ഇസ് 2h മൈനസ് 8 ഇസ് ഈക്വൽ ടു 3h മൈനസ് 18 എന്ന് വന്നു. ശരിയാണോ? ദോർ 2h അവിടേക്ക് വന്നാൽ ബാക്കി 10. അപ്പൊ h ഇസ് ഈക്വൽ ടു ആര് വരും? 10 അല്ലേ? ദാറ്റ് ഇസ് 3h മൈനസ് 2h h ദെൻ പ്ലസ് 18 ഇപ്പുറത്തേക്ക് വരും. അപ്പൊ -8 പ്ലസ് 18 10 വരും. ദാറ്റ്സ് ഇറ്റ്. h ഇസ് ഈക്വൽ ടു 10 വരും. മനസ്സിലായോ? അപ്പൊ ആൻസർ ബിക്കം ഓപ്ഷൻ 4 ആണ്, 10 സെന്റിമീറ്റർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇപ്പൊ റേഞ്ചിന്റെ ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, നമുക്കത് ഇക്വേറ്റ് ചെയ്തിട്ട് ആൻസർ കണ്ടെത്താൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ, S24. Air is pushed into a soap bubble of radius capital R to triple its radius. Radius triple ചെയ്യണം. If the surface tension of the soap solution is S, then work done in the process is. നമുക്കറിയാം വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ആരാണ്? ഫൈനൽ എനർജി മൈനസ് ഇനീഷ്യൽ എനർജി ആണ്. ഇത്രേ ഉള്ളൂ കാര്യം. ഇവിടുത്തെ എനർജി എന്ന് പറയുന്നത് സർഫസ് എനർജി ആണെന്നേ ഉള്ളൂ. അപ്പൊ ഫൈനൽ എനർജി മൈനസ് ഇനീഷ്യൽ എനർജി. ഇനി എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, സർഫസ് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ്സ് ഈക്വൽ ടു ആരാണ്? സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ ആണ്. പക്ഷേ ഇവിടെ പറയുന്ന സോപ്പ് ബബിൾ ആയതുകൊണ്ട് നമ്മൾ 2 ടൈംസ് ഏരിയ എടുക്കേണ്ടി വരും അല്ലേ? കാരണം അറിയാം 2 ലെയർ പ്രൊഡ്യൂസ്ഡ് ആണ്. പെയറുമായിട്ട് 2 ലെയറിന് കോണ്ടാക്ട് ഉണ്ട്. നമുക്ക് അറിയാവുന്ന കേസാണ് 2 ടൈംസ് വരും. എങ്കിൽ ഇനീഷ്യൽ എനർജി EI ഇസ് ഈക്വൽ ടു S ഇൻറ്റു 2 ഇൻറ്റു ഏരിയ. റേഡിയസ് R ആണ്. അപ്പൊ നമുക്ക്
4 pi r square എന്ന് വിളിക്കാം. That's equal to 8 s pi r square വരും അല്ലേ? 8 s pi r square. Second case, the final energy is equal to again s into 2 into area 4 pi into radius triple ആകണം എന്നാണ്. ഇപ്പൊ 3r the whole square. ശരിയല്ലേ? റേഡിയസ് ട്രിപ്പിൾ ആകണം. That's equal to ആരാണ്? That's equal to 8 into 9. ഇപ്പൊ 72 s pi r square എന്ന് വരും. ശരിയല്ലേ? ഇപ്പൊ 72 s pi r square. അപ്പോൾ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് കണ്ടാൽ മതി. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ചെയ്യുമ്പോൾ എസ് പൈ ആർ സ്ക്വയർ ഇസ് എ കോൺസ്റ്റന്റ്. ബാക്കി 72 മൈനസ് 8 64 എന്ന് വരും. അപ്പോൾ ആൻസർ 64 എസ് പൈ ആർ സ്ക്വയർ. 64 എസ് പൈ ആർ സ്ക്വയർ എന്നുള്ള സെക്കൻഡ് വൺ നമ്മുടെ ആൻസർ ആയിട്ട് വരും. ശരിയല്ലേ? യെസ് 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 സെക്കൻഡ് വൺ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. യെസ് എ ഗുഡ്. നെക്സ്റ്റ് വൺ യെസ് 25th one. With the terminal speed of a sphere of gold, density on the 19.5 into 10⁻³ kilogram per meter cube is 0.2 meter per second. In a viscous liquid, and the density is given 1.5 into 10⁻³ kilogram per meter cube. Find the terminal speed of the sphere of silver, and the density is also given 10.5 into 10⁻³ kilogram per meter cube of the same size in the same liquid. അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ഒരേ സൈസാണ്, ഒരേ ലിക്വിഡ് ആണ് എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ടെർമിനൽ വെലോസിറ്റിയാണ് നമ്മുടെ ഹെഡിങ്. നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടിയിൽ പഠിക്കുന്നതാണ് ഫ്ലൂയിഡ്സിൽ ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ. എന്താ ഇക്വേഷൻ? ടെർമിനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2r² g ഇൻറ്റു ബോഡിയുടെ ഡെൻസിറ്റി സിഗ്മ മൈനസ് ലിക്വിഡിൻ്റെ ഡെൻസിറ്റി റോ ഡിവൈഡഡ് ബൈ 9η. ഓരോന്ന് പഠിച്ചോളണം. R radius of the sphere, G acceleration due to gravity, sigma density of the body, rho density of the liquid, eta coefficient of viscosity. അത് അറിഞ്ഞിരിക്കുക. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്ന പ്രകാരം സെയിം ലിക്വിഡ് സെയിം സൈസ്. അപ്പോൾ റേഡിയസ് ഓക്കെ, ജി ഓക്കെ, ഈറ്റ ഓക്കെ. അപ്പോൾ ടെർമിനൽ വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു സിഗ്മ മൈനസ് റോ എന്ന് ധൈര്യത്തിൽ എഴുതാം. കാരണം ഒരേ ലിക്വിഡ് ആയതുകൊണ്ട് കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി സെയിം ആയി, 9 കോൺസ്റ്റന്റ് ആയി, 2 കോൺസ്റ്റന്റ് ആയി, റേഡിയസ് ഒരേ സൈസ് കോൺസ്റ്റന്റ് ആയി, ജി കോൺസ്റ്റന്റ് ആയി. ഇപ്പോൾ ഡയറക്റ്റ് ആയി. എങ്കിൽ സെക്കൻഡ് ടെർമിനൽ വെലോസിറ്റി ബൈ ഫസ്റ്റ് ടെർമിനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു, ശരിയല്ലേ? നമുക്ക് ആദ്യത്തെ കേസിൽ അറിയാം സ്ഫിയർ ഓഫ് ഗോൾഡ് ആണ്, അത് വിസ്കസ് ലിക്വിഡിലുണ്ട്. സെക്കൻഡ് നമുക്ക് സ്ഫിയറിൻ്റെതാണ് വേണ്ടത്. അപ്പം ആ സമയത്ത് ഡെൻസിറ്റി ഓഫ് ദ സ്ഫിയർ മൈനസ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ഗോൾഡ് മൈനസ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആണ്. ശരിയല്ലേ? നമുക്ക് രണ്ടാമത് വേണ്ടത് സിൽവർ സ്ഫിയറിൻ്റെതാണ്, ആദ്യത്തത് ഗോൾഡിൻ്റെ ആയതുകൊണ്ട് ഞാൻ ജി എന്ന് വിളിച്ചു, അത്രയേ ഉള്ളൂ. അപ്പം സെക്കൻഡ് വേണ്ടത് സ്ഫിയറിൻ്റെതാണ്, ആദ്യത്തത് ഗോൾഡാണ്. അപ്പോൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം V2 ഡിവൈഡഡ് ബൈ ആദ്യത്തെ ടെർമിനൽ വെലോസിറ്റി എത്രയാണ്? 0.2 ആണ്, ഇസ് ഈക്വൽ ടു സിൽവറിന്റെ സ്ഫിയറിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 10.5. 10.5 ഇൻറ്റു 10⁻³ മൈനസ് ലിക്വിഡിന്റെ എത്രയാണ്? ലിക്വിഡിന്റെ ഡെൻസിറ്റി ഈസ് ഓൾസോ ഗിവൺ ആസ് 1.5 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ, ഇനി ഗോൾഡിൻ്റെത്. ഗോൾഡിന്റെ ആരാണോ? ഗോൾഡിന്റെ ഡെൻസിറ്റി 19.5 ഇൻറ്റു 10⁻³ മൈനസ് അഗെയിൻ 1.5 ഇൻറ്റു 10⁻³ ആണ്. ഓട്ടോമാറ്റിക്കലി V2 ഡിവൈഡഡ് ബൈ 0.2 ഇസ് ഈക്വൽ ടു, ഇയാളെ മൈനസ് ചെയ്താൽ 9 വരും, ശരിയല്ലേ? ഡിവൈഡഡ് ബൈ ഇയാളെ മൈനസ് ചെയ്താൽ 18 വരും, അത് 1/2 ആണ്. അപ്പൊ സെക്കൻഡ് ടെർമിനൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഫസ്റ്റ് വൺ 0.2 ഡിവൈഡഡ് ബൈ 2, ദാറ്റ്സ് ഈക്വൽ ടു 0.1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ സെക്കൻഡ് ടെർമിനൽ വെലോസിറ്റി 0.1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഫോർത്ത് വൺ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ശരിയല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡയറക്ട്ലി ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് വൺ is 26th one. A large open tank has 2 holes in the wall. One is square hole of side length L and depth Y from the top, and other is a circular hole of radius capital R at a depth 4y from the top.
when the tank is completely filled with water, the quantities of water flowing out per second through the holes are same. Then R is equal to എന്നാണ് ക്വസ്റ്റ്യൻ. വീണ്ടും പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ. വീണ്ടും ഒരു ടാങ്ക് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഫൈൻ. ഇവിടുത്തെ കേസിൽ വെലോസിറ്റിയോ റേഞ്ചോ ഒന്നും അല്ല ക്വസ്റ്റ്യൻ. ആ ടാങ്ക് ഫുള്ളി ഫിൽഡ് ആണ്. ടാങ്ക് ഈസ് ഫുള്ളി ഫിൽഡ് ആണ്. രണ്ട് ഹോൾ ഉണ്ടല്ലേ. ഒന്ന് സ്ക്വയർ ഷേപ്പാണ്. ഇവിടെ ഒരു ഹോള് സ്ക്വയർ ഷേപ്പ് ഓഫ് സൈഡ് എല്ലാണ്. ആ ഡെപ്ത് y ആണ്. അപ്പോൾ ആ ഡെപ്ത് y ആണ്. താഴെ ഒരു സർക്കുലാർ ഷേപ്പിൽ രണ്ടാമത്തെ ഹോൾ ഉണ്ട്. സർക്കുലാർ ഷേപ്പ് ഓഫ് റേഡിയസ് ക്യാപിറ്റൽ R ആണ്. ആ ഡെപ്ത് 4y-ലാണ്. അപ്പോൾ ആ ഡെപ്ത് 4y-ലാണ്. കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ദ ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ ഫ്ലോയിങ് ഔട്ട് പെർ സെക്കൻഡ് വോളിയം റേറ്റ് ആണ്. ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ മീൻസ് വോളിയം റേറ്റ് ആണ്. എന്താ വോളിയം റേറ്റ്? അത് നിങ്ങൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ രണ്ട് ഹോളിൽ നിന്ന് വരുന്ന വോളിയം റേറ്റ് സെയിം ആയതുകൊണ്ട് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താ? വോളിയം റേറ്റിന്റെ ഇക്വേഷൻ വോളിയം റേറ്റ് is equal to ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. ഏരിയ ഇൻറ്റു ആ വീന്ന് കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് ഞാൻ എഴുതുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വോളിയം റേറ്റ് ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഇപ്പൊ രണ്ട് കേസിലും വരുന്ന വോളിയം റേറ്റ് സെയിം ആണ്. അപ്പൊ ഏരിയ ഇൻറ്റു വെലോസിറ്റി രണ്ട് കേസിലും സെയിം ആണ്. അപ്പൊ എന്തായി? ആദ്യത്തെ കേസിലുള്ള ഏരിയ ഇൻറ്റു അവിടെയുള്ള വെലോസിറ്റി ഇസ് ഈക്വൽ ടു സെക്കൻഡ് കേസിന്റെ ഏരിയ ഇൻറ്റു അവിടെയുള്ള വെലോസിറ്റി ആണ്. ഇപ്പൊ വോളിയം റേറ്റ് എ വി. ഇപ്പൊ രണ്ട് കേസിലും വോളിയം റേറ്റ് സെയിം ആണ്. എ വി ഇസ് എ കോൺസ്റ്റന്റ്. ആദ്യത്തെ കേസിൽ ഏരിയ ആരാണ്? എൽ സ്ക്വയർ ആണല്ലേ. എൽ സ്ക്വയർ, കാരണം സ്ക്വയർ ഷേപ്പ് ആണ്. എൽ സ്ക്വയർ ഇൻറ്റു അവിടുത്തെ വെലോസിറ്റി ആരാണ്? വൈ ഡെപ്തിലായതുകൊണ്ട് ഇവിടുത്തെ വെലോസിറ്റി റൂട്ട് ഓഫ് 2g ഇൻറ്റു വൈ ആയിരിക്കും അല്ലേ. ദാറ്റ്സ് ഇറ്റ്. 2g ഇൻറ്റു വൈ. അപ്പൊ ആൻസർ റൂട്ട് ഓഫ് 2g y വരും. ദാറ്റ്സ് ഈക്വൽ ടു താഴത്തെ സെക്കൻഡ് കേസിൽ സർക്കുലർ ഹോൾ ആയതുകൊണ്ട് അവിടുത്തെ ഏരിയ പൈ ആർ സ്ക്വയർ അല്ലേ. അത് ഡെപ്ത് 4y ആയതുകൊണ്ട് അവിടുത്തെ വെലോസിറ്റി റൂട്ട് ഓഫ് 2g ഇൻറ്റു 4y എന്ന് വരും. 2g ഇൻറ്റു 4y. എങ്ങനെയാണ് നമുക്ക് സ്ക്വയർ ചെയ്തെടുക്കാം അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു എൽ റേസ് ടു 4 വരും ഇൻറ്റു 2gy ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ ആർ റേസ് ടു 4. ശരിയല്ലേ. ബാക്കി ഇവിടെ 8gy എന്ന് വരും. ദാറ്റ്സ് ഇറ്റ്. ഇവിടെ എന്ത് ചെയ്യാം? 8gy ആയി. gy ക്യാൻസൽ ആയി പോയി. പിന്നെ ഇവിടെ 2 ഇവിടെ 8ല് 4 ടൈംസ് ആയിട്ട് മാറി. അപ്പൊ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ 2 വരും. ശരിയാണോ? നമുക്ക് ആർ ആണ് വേണ്ടത്. അപ്പൊ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ ബൈ 2π. അപ്പൊ ആർ ഇസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2π എന്ന് വരും. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ താഴെയുള്ള റേഡിയസ് ഇൻ ടേംസ് ഓഫ് ലെങ്ത് അല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. ആർ ഇസ് ഈക്വൽ ടു എൽ ബൈ റൂട്ട് ഓഫ് 2π. ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ മതി. യെസ്, എൽ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2π എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ നമ്മുടെ ആൻസർ ആയിട്ട് വരും. അപ്പോൾ 26ന്റെ ആൻസർ ഓപ്ഷൻ 1 ആണ്. യെസ്, കമന്റ് ബോക്സ് മൊത്തം 1 ആണ്. എല്ലാവർക്കും 1 കിട്ടിയെന്ന് വിചാരിക്കുന്നു. യെസ്, ഫൈൻ, ഗുഡ്. നെക്സ്റ്റ് വൺ. യെസ്, 27th. Again, thermodynamics question ആണ്. The average kinetic energy of a gas molecules at absolute temperature is. Again, ശ്രദ്ധിക്കണം. Average kinetic energy per molecule. Directly തിയറി പഠിക്കുന്നതാണ് അല്ലേ. Average kinetic energy is equal to 3/2 kBT. That's it. പഠിക്കുന്നതാണ്. അപ്പോൾ അവിടെ 3/2 kB is a constant. Boltzmann constant ആണ്. അപ്പോൾ 3/2 kB കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എപ്പോഴും കൈനറ്റിക് എനർജി ഈസ് ഓൾവേസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. യെസ്, ഡയറക്ട്ലി ആൻസർ ആയി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ തേർഡ് ഓപ്ഷൻ വരും. തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. കൈനറ്റിക് തിയറി. യെസ്, 3യുടെ ഘോഷയാത്രയാണ്. എല്ലാവരും 3 തന്നെ പറയുന്നുണ്ട്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് വൺ. യെസ്, 28. A sample of ideal monatomic gas is taken around a cycle ABCA, cyclic process ആണ്, as shown in figure. Work done during the cycle is. അപ്പോൾ നമ്മൾ നോക്കുന്ന ഗ്രാഫ് എന്താണ്? PV ഗ്രാഫ് ആണ് അല്ലേ. പ്രഷർ, വോളിയം ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമായില്ലേ. നമുക്കറിയാം പ്രഷർ വോളിയം ഗ്രാഫ് തന്നാൽ ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടാൽ വർക്ക് ഡൺ കിട്ടും. പക്ഷെ സൈക്ലിക് പ്രോസസ് ആണെങ്കിൽ ഏരിയ എൻക്ലോസ്ഡ് ഇൻ ദ ലൂപ്പ് കണ്ടാൽ മതി. അപ്പോൾ പി വി ഗ്രാഫ് ആയതുകൊണ്ട് സൈക്ലിക് ആണ്, അതുകൊണ്ട് ഏരിയ എൻക്ലോസ്ഡ്
ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ്. ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ് ആണ് ആര്? വർക്ക് ഡൺ. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതൊക്കെ ഡയറക്റ്റ്ലി നമ്മൾ പലപ്പോഴും പഠിക്കുന്നതാണ്. അപ്പോൾ എളുപ്പത്തിൽ ആൻസർ കണ്ടെത്താനുള്ള ഒരു വഴിയും കൂടിയാണ്. അപ്പം പി വി ഗ്രാഫിന്റെ ഏരിയ കാണാം. അപ്പോൾ ഇയാളുടെ ഏരിയ കണ്ടാൽ ആൻസർ ആവും, കാരണം വർക്ക് ഡൺ കിട്ടും. അപ്പോൾ ഇയാളുടെ ഏരിയ ആരാണ്? ഇയാളുടെ ഏരിയ കാണാൻ അതിനേക്കാളും സിമ്പിൾ ആണ് അല്ലേ? ട്രയാങ്കിൾ ആണ്. ഹാഫ് ബി എച്ച്. ഏരിയ കാണാൻ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? വോളിയം ആണ്. പക്ഷെ ഇവിടെ വോളിയം ചേഞ്ചസ് ഫ്രം വി ടു 3v. വോളിയം ചേഞ്ചസ് ഫ്രം വി ടു 3v ആണെങ്കിൽ അതിന്റെ ചേഞ്ച് 3v മൈനസ് വി അല്ലെ? 3v മൈനസ് വി. സിമിലർലി ഹൈറ്റ് ഇസ് നത്തിങ് ബട്ട് പ്രഷർ ചേഞ്ച് ആണ് മുകളിലേക്ക്. അത് പി ടു 4p ആണ്. അപ്പൊ ചേഞ്ച് ആരാണ്? 4p മൈനസ് പി ആണ് അല്ലെ? അപ്പൊ ഇൻറ്റു 4p മൈനസ് പി ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 2v ഇൻറ്റു 3p വരും. ദാറ്റ്സ് ഈക്വൽ ടു 3pv ആവും. ശരിയാണോ? ആൻസർ ബിക്കം 3 times PV എന്ന് വരും. യെസ്, സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഇപ്പൊ സെക്കൻഡ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. യെസ്, അഗെയിൻ എല്ലാവരും 2 തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ 4ഉം 3ഉം ഒക്കെ ഉണ്ടോ കുഴപ്പമില്ല. ഇതാണ് ഏരിയ കണ്ടാൽ ആൻസർ ആയി. അപ്പൊ ഇനി ഏത് പി വി ഗ്രാഫ് വന്നിട്ട് വർക്ക് ഡൺ ചോദിച്ചാൽ നിങ്ങൾ ഏരിയ കണ്ടാൽ നമ്മുടെ ആൻസർ ആവും. അത് പ്രത്യേകം ഓർത്ത് വെച്ച് ചെയ്യുക. ക്ലിയർ? നെക്സ്റ്റ് വൺ. യെസ്, 29th one. A sample of gas expands from volume V1 to V2. Expand ചെയ്യുവാണ് V1 to V2. The amount of work done by the gas is maximum when the expansion is. ഒരുപാട് എക്സ്പാൻഷൻ വന്നിട്ടുണ്ട്. ഏതിലാണ് വർക്ക് ഡൺ മാക്സിമം എന്ന് നോക്കാം. നമ്മളിവിടെ ആ എക്സ്പാൻഷൻ കാണിക്കാൻ ഞാൻ ഒരു പി വി ഗ്രാഫ് വരക്കുവാണെങ്കിൽ പ്രഷർ വോളിയം ഗ്രാഫ്. ഇനീഷ്യൽ ആ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഞാൻ ഇവിടെയാണെന്ന് അസ്യൂം ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വോളിയം അതാണ് V1. ശരിയല്ലേ? V1 അയാൾ എക്സ്പാൻഡ് ചെയ്തു. മറ്റൊരു പോയിന്റ് വരെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫൈനൽ വോളിയത്തിന്റെ പൊസിഷൻ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഫൈനൽ വോളിയത്തിന്റെ പൊസിഷൻ ഇവിടെയാണ്. ശരിയാണ്? ഇവിടെ നിന്നാണ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് എ എന്ന് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. ആരൊക്കെയുണ്ട്? ഐസോതെർമൽ, ഐസോകോറിക്, അഡിയബാറ്റിക്. ഞാൻ ഒന്ന് എക്സ്ട്രാ പറയുവാണ്, ഐസോബാറിക്. ഞാൻ ഇല്ല, ക്വസ്റ്റ്യനിലില്ല, ഞാൻ ഇതുകൊണ്ട് എക്സ്ട്രാ പറയുന്നതേ ഉള്ളൂ. ഐസോബാറിക്. അപ്പൊ ഐസോബാറിക് ആണെങ്കിൽ ആര് കോൺസ്റ്റന്റ്? പ്രഷർ കോൺസ്റ്റന്റ് ആൻഡ് എക്സ്പാൻഷൻ ആണ്, വോളിയം കൂടുവാണ്. ഐസോബാറിക്കിൽ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഗ്രാഫ് ഇവിടെ ഇങ്ങനെ വരും കേട്ടോ, ഇങ്ങനെ. കാരണം പ്രഷർ കോൺസ്റ്റന്റ് ആയ ഗ്രാഫിൽ ഇങ്ങനെ വരും. ഇതാണ് ആരുടെ ഗ്രാഫ്? ഐസോബാറിക്കിന്റെ ഗ്രാഫ്. 2 ഐസോതെർമൽ. ഞാൻ ഐസോതെർമലിന്റെ ഗ്രാഫ് വരച്ചു. അപ്പൊ ഐസോതെർമലിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. പി വി ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഐസോതെർമലിന്റെ ഗ്രാഫ്. ഇത് ഐസോതെർമൽ. ഫൈൻ. അടുത്ത അഡിയബാറ്റിക്. അപ്പൊ അതിന് ഓർക്കും അഡിയബാറ്റിക് പ്രോസസിന്റെ കൺസെപ്റ്റ് എന്നാ? അഡിയബാറ്റിക് പ്രോസസിന്റെ സ്ലോപ്പ് ഗാമ ടൈംസ് ഗ്രേറ്റർ ദാൻ ഐസോതെർമൽ സ്ലോപ്പ് ആണ്. മനസ്സിലായി? ഗാമ ടൈംസ് ഗ്രേറ്റർ ദാൻ ഐസോതെർമൽ. അപ്പൊ സ്ലോപ്പ് കൂടും. സ്ലോപ്പ് കൂടിയ ഗ്രാഫ് താഴെ ഇങ്ങനെ വരും. അല്ലേ? ഇതാണ് സ്ലോപ്പ് കൂടിയ അടുത്ത ഗ്രാഫ്. ഇതാണ് അഡിയബാറ്റിക്. ഓർക്കണം, അഡിയബാറ്റിക്കിന്റെ സ്ലോപ്പ് ഗാമ ടൈംസ് ഗ്രേറ്റർ ദാൻ ഐസോതെർമൽ. അതുകൊണ്ടാണ് താഴെ വന്നത്. തൊട്ട് അടുത്തത് വരച്ചാൽ ആരാണ്? ഐസോകോറിക്. ഐസോകോറിക്കിൽ വോളിയം കോൺസ്റ്റന്റ് ആണ് അല്ലേ? അപ്പൊ എക്സ്പാൻഡ് ചെയ്യും. പറ്റുമോ? ഇല്ല, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം വോളിയം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതെന്തായാലും വരില്ല എന്നുള്ള കാര്യം ഉറപ്പായി. ഇനി ഈ ഗ്രാഫിൽ നോക്കിക്കേ, ഏറ്റവും കൂടുതൽ വർക്ക് ഡൺ ആർക്കാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കൺസെപ്റ്റ് എന്നാ? ഏതിനാണ് ഏരിയ കൂടുതൽ നോക്കിയാൽ മതി. കാരണം പി വി ഗ്രാഫിന്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് അല്ലേ വർക്ക്. അപ്പൊ ഏറ്റവും കൂടുതൽ ഐസോബാറിക്, പക്ഷെ നമ്മുടെ ഓപ്ഷൻസിൽ അതില്ല. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഐസോബാറിക്, പിന്നെ ഐസോതെർമൽ, ഏറ്റവും കുറവ് അഡിയബാറ്റിക്. ഇതാണ് ഞാൻ വരച്ചത് പ്രകാരമുള്ള ഓർഡർ. പക്ഷെ ഇവിടെ എനിക്ക് ആരില്ല ഓപ്ഷൻസിൽ? ഐസോബാറിക് ഇല്ല. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ആരാണ്? ഐസോതെർമൽ ആണ്. പിന്നീട് ആർക്കുള്ളൂ? അഡിയബാറ്റിക്കിനുള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഐസോതെർമൽ ഗ്രാഫ് ആയിട്ട് വരും. മനസ്സിലായോ? ഫൈൻ. അപ്പൊ നമ്മുടെ സമയം ഇവിടെ തീരുവാണ്. അപ്പം എന്തായാലും നന്നായിട്ട് എല്ലാവരും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന കമന്റിൽ ആൻസേഴ്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. യെസ്, നല്ലൊരു സൂചനയാണ്. അപ്പൊ ഇനിയും 29 ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഇനിയും ബ്രില്യൻ്റ് ഒരുപാട് ലൈവ് സെഷൻസ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരാനുണ്ട്. അപ്പം എന്തായാലും നമ്മുടെ പേര് അനർത്ഥമാക്കുന്ന രീതിയിൽ അല്ലെ MBBS-ലേക്കാണ്, ബ്രില്യൻറ്റിനോടൊപ്പമാണ്. ബ്രില്യൻറ്റിനോടൊപ്പം MBBS-ലേക്ക് എന്തായാലും നിങ്ങൾ എത്തും, നിങ്ങൾ എത്തണം. അതിനാണ് നമ്മുടെ പ്രാർത്ഥന. അതിനെന്നും നമ്മൾ കൂടെ തന്നെയുണ്ട്. അത് നിങ്ങൾക്ക് വിശ്വസിക്കാം, നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. എന്തായാലും എല്ലാവർക്കും ഒന്നുകൂടി നിങ്ങളുടെ ഭാവിയിലേക്ക് എല്ലാ ആശംസകളും നേരുവാണ്.
തൽക്കാലം ഇന്നത്തെ ലൈവ് സെഷൻ നിർത്തുവാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.